മനുഷ്യന്റെ ജീനോമിക്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പഠനങ്ങളെ നമുക്ക് അതേപോലെ കണ്ണടച്ച് സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്തുകൊണ്ടെന്നാൽ സയൻസിനൊരു പ്രത്യേകതയുള്ളത്, ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കുക അതെല്ലാം അംഗീകരിക്കപ്പെട്ട, എല്ലാവരും തെളിയിക്കപ്പെട്ട വസ്തുതകളാണ് എന്നാണ്. അങ്ങനെയല്ല പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലുള്ളത്. ചില അപഗ്രഥനങ്ങളിൽ നിന്ന് ചിലർക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ വെച്ച് അവർ കാച്ചുന്ന ഒരുപാട് കഥകളും കൂടിയാണ് നമ്മുടെ പത്രങ്ങളിൽ വരിക. പത്രങ്ങളിലാകട്ടെ ഇത് എഴുതുന്ന ആളുകൾക്ക് പലപ്പോഴും അവർ ജേർണലിസ്റ്റുകളാണ്, അവർക്ക് പലപ്പോഴും സയൻസ് ഒരു വസ്തുവും വിവരവും ഉണ്ടാകൂല. അത് വെച്ചിട്ട് അവർക്ക് കണ്ട് കേൾക്കുമ്പോഴേക്ക് അത് കേട്ട കഥ വെച്ചിട്ടാണ് അവർ എഴുതും. ഇപ്പോ മുമ്പ് നിങ്ങൾക്കറിയാലോ, സേണിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനെ കുറിച്ച് പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ ഉപയോഗിക്കുന്ന ന്യൂട്രിനോ കണത്തിന്റെ പിന്നെ ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നമ്മളെ പത്രങ്ങളിലെല്ലാം വന്ന എന്തായിരുന്നു, ദൈവത്തിന്റെ കണം കണ്ടെത്താൻ പോകുന്നു, അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ദൈവം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ അത് ദൈവത്തിന്റെ കണം എന്ന്, ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന് പേരിടാൻ പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ദൈവത്തിനെ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയോ ദൈവത്തെ നിഷേധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയോ അല്ല ആ പഠനം നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും. പക്ഷേ പത്രക്കാരന് ദൈവത്തിന്റെ കണം എന്ന് കണ്ടപ്പോഴേക്ക് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി ദൈവത്തിനെ പുറത്താക്കാൻ കഴിയുമെന്നാണ് പത്രക്കാരൻ മനസ്സിലാക്കിയത്. അത് അവന്റെ വിവരക്കേട് മാത്രമാണ്. ഇതേപോലെ പല പഠനങ്ങളും നടക്കുമ്പോ അതിന് പത്രക്കാരൻ്റെതായ പൊടിപ്പും തൊങ്ങലും വെച്ച് അത് അവതരിപ്പിക്കപ്പെടുമ്പോ പലപ്പോഴും സംഭവിക്കുന്നത് ശാസ്ത്രത്തിന്റെ പേരിൽ വിവരക്കേട് നമ്മുടെ എല്ലാം തലച്ചോറിലേക്ക് വരുന്നതാണ്. യഥാർത്ഥത്തിൽ ജീനോമിക്സ് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജീനുകൾക്കകത്ത് നമ്മുടെ സ്വഭാവം, നമ്മുടെ സവിശേഷതകൾ, നമ്മുടെ കർമ്മങ്ങൾ ഇതെല്ലാം എത്രത്തോളം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അത് എത്രത്തോളമുണ്ട് നമുക്ക് ഇപ്പോൾ പറയാനായിട്ടില്ല, ഗണ്യതമായി പറയാനായിട്ടില്ല. ഏതായിരുന്നാലും അങ്ങനെ രേഖകളുണ്ടെങ്കിൽ പോലും ആ രേഖകളെ അടക്കം, ജീനുകൾക്കകത്തെ രേഖകളെ അടക്കം മാറ്റാൻ കഴിയുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ വർത്തനങ്ങൾ എന്നുള്ളതാണ് ബിഹേവിയറൽ സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരാളുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്നത് ഇപ്പോഴുള്ള പഠനപ്രകാരം 20% ജനറ്റിക്സും ബാക്കി 80% അതിന്റെ എൻവയോൺമെന്റുമാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്. ജനറ്റിക്സ് ഈ 20%മായി ബന്ധപ്പെട്ട പഠനമാണ് ജനറ്റിക്സിലുള്ളത്, ജീനോം കോഡിങ്ങിലുള്ളത്, ജീനോമിക്സിലെല്ലാം ഉള്ളത്. ബാക്കി 80% ഇനി ഈ ജീനുകൾക്കകത്ത് എന്ത് രേഖയുണ്ടെങ്കിലും, ഇപ്പൊ ഒരാൾ കോപിക്കണം, കോപം അയാളുടെ ഒരു ജീനാണ് എന്ന് വിചാരിക്കുക എങ്കിൽ പോലും ആ കോപം എന്ന ജീനുള്ള ഒരു വ്യക്തിക്ക് ഈ 80% അയാളുടെ തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കോപം എന്ന ജീനിനെ അതിജയിച്ച് അയാൾക്ക് വളരെ സൗമ്യനായി തീരാൻ കഴിയും എന്നാണ് ബിഹേവിയറൽ സയൻസ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ പറഞ്ഞ രൂപത്തിൽ, ഇന്നത്തെ പത്രത്തിൽ വന്നത് ആ പറഞ്ഞ രൂപത്തിൽ ഉള്ളൊരു കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇന്നുവരെയുള്ള എല്ലാ സ്വതന്ത്രമായ ചിന്തയെയും ശാസ്ത്രീയമായ കണ്ടെത്തലുകളെയും ശാസ്ത്രീയമായ പഠനങ്ങളെയും എല്ലാം നിഷേധിക്കുന്നതാകും. നേർക്കുനേരെ അത്തരം ഒരു രേഖയുണ്ട് എന്ന് വരികയാണെങ്കിൽ, നേർക്കുനേരുള്ള രേഖ എന്ന് വരികയാണെങ്കിൽ, അതേസമയം പടച്ചവന്റെ രേഖ എന്നുള്ളത് സയൻസിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അത് പ്രപഞ്ചാതീതമായ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യുക്തിവാദി സംഘം പ്രസിഡന്റ് യു കലാനാഥൻ്റെ മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് വന്നത്. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നതെന്ന് വെച്ചാൽ ഡാർക്ക് എനർജിയെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞാൽ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലൂടെ അത് സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് വിശദീകരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെയല്ല, അതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവുകയില്ല എന്നൊരു വാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതിനെ നമുക്കെങ്ങനെ വിശദീകരിക്കാൻ കഴിയും? കലാനാഥ മാഷ് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിന് ഡാർക്ക് എനർജിയെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പടച്ചോന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് എഴുതി. എന്താണ് അതിനുള്ള പ്രതികരണം എന്നാണ് ചോദ്യം. കലാനാഥ മാഷും കൂട്ടരും ദൈവത്തിന്റെ ആവശ്യമില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷെ അത്ഭുതകരമായ സംഗതി എന്താന്ന് വെച്ചാൽ
ഇവരീ പറയുന്ന ഓരോ കണ്ടെത്തലുകളും പുതിയ സങ്കീർണതകളിലേക്ക് മാത്രമേ മനുഷ്യരെ നയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. കൂടുതൽ കണ്ടെത്തൽ നടക്കുമ്പോൾ കൂടുതൽ സങ്കീർണമാണ് പ്രപഞ്ചം നാം മനസ്സിലാവുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ന്യൂട്ടണിന്റെ മുമ്പുള്ള നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ചിത്രം എന്തായിരുന്നു? ടോളമിയുടെ, കോപ്പർനിക്കസിന്റെ എല്ലാം കാലത്തുള്ള പ്രപഞ്ചത്തെ കുറിച്ചുള്ള സങ്കല്പം വളരെ ചെറുതായിരുന്നു. അതെന്താ? നമ്മുടെ സൗരയൂഥത്തിന് പുറത്തൊരു ആകാശം, ആകാശത്തിൽ ഇങ്ങനെ കൊത്തിവെക്കപ്പെട്ട കുറെ നക്ഷത്രങ്ങൾ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പം. വളരെ ചെറുത്. അപ്പൊ അത് ആ സങ്കല്പത്തിൽ ഇനി ഇതിന്റെ എല്ലാം ഈ സൗരയൂഥത്തിന്റെ പിന്നിലുള്ള നിയമങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഈ പിന്നിലുള്ള നിയമങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സൗരയൂഥത്തിൽ എന്താ? സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങൾ എങ്ങനെ ചുറ്റിത്തിരിയുന്നു എന്ന നിയമം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി ദൈവത്തിന്റെ ആവശ്യം ഉണ്ടാകൂല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ ഭൗതികവാദികളുടെ വാദം. എന്നാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഈ പ്രപഞ്ചം എത്രത്തോളം സങ്കീർണമാണെന്ന് നമുക്ക് മനസ്സിലായി. ആ സങ്കീർണത ബോധ്യപ്പെടുമ്പോൾ വീണ്ടും പടച്ചവന്റെ അസ്തിത്വത്തിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുകയാണ്. ശരിക്ക് അവന്റെ അജയ്യത നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ അറിവിൽ 10,000 കോടിയോളം ഗാലക്സികളുണ്ട്. 10,000 കോടിയോളം ഗാലക്സി എന്ന് പറഞ്ഞാൽ 10,000 കോടിയോളം നക്ഷത്രക്കൂട്ടങ്ങൾ എന്നാണ് അർത്ഥം. 10,000 കോടി എന്നെല്ലാം പറയുമ്പോൾ നമുക്കിപ്പോ ഒരു വിലയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ പത്രത്തിൽ 10,000 കോടികളുടെ പിന്നെ അഴിമതിയുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അതിനൊന്നും ഒരു വില. 10,000 കോടി എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രക്കൂട്ടങ്ങൾ നമ്മളെ അടുത്ത് ഇങ്ങനെ വെച്ചാൽ അതിങ്ങനെ 1, 2, 3 എന്നിട്ട് നമ്മൾ എണ്ണാന്ന് വിചാരിക്കുക. അത് എണ്ണിത്തീരണമെങ്കിൽ, അതൊരാൾക്ക് എണ്ണിത്തീരണമെങ്കിൽ ഒരാൾക്ക് എണ്ണിത്തീരാൻ കഴിയൂല, 2 ആൾക്ക് എണ്ണിത്തീരാൻ കഴിയൂല, 3 തലമുറകൾ വേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10,000 കോടി. ആ 10,000 കോടി നക്ഷത്രക്കൂട്ടങ്ങളിൽ ഓരോ നക്ഷത്രക്കൂട്ടത്തിലും 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട് എന്നാണ്. ആ 10,000 കോടിയോളം നക്ഷത്രങ്ങൾ അടങ്ങിയ 10,000 കോടി നക്ഷത്രക്കൂട്ടങ്ങളിൽ ഒരു നക്ഷത്രക്കൂട്ടം മാത്രമാണ് നമ്മുടെ സൗരയൂഥം ഉൾക്കൊള്ളുന്ന, നമ്മുടെ സൂര്യൻ ഉൾക്കൊള്ളുന്ന നക്ഷത്രക്കൂട്ടം, മിൽക്കി വേ എന്ന് നമ്മൾ പറയുന്ന, ആകാശഗംഗ എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടം. ഈ ആകാശഗംഗയിലെ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് നമ്മുടെ സൂര്യൻ. സൂര്യനെ ചുറ്റും ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളിൽ ഒരു ജീവവർഗമാണ് മനുഷ്യവർഗം. ഞാൻ ചുരുക്കത്തിൽ പറയുന്നത്, കൂടുതൽ പഠിച്ചപ്പോൾ കൂടുതൽ സങ്കീർണമായിട്ടുള്ളൂ. ഡാൾട്ടന്റെ കാലത്ത് ഡാൾട്ടൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഉള്ള അടിസ്ഥാന വസ്തുത എന്താ? ആറ്റമാണ്. ആ ആറ്റങ്ങൾ എങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. ആറ്റത്തിന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാകും. ഇനി ദൈവത്തിന്റെ ആവശ്യം ഉണ്ടാകൂല എന്ന് അന്ന് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പലരും വാദിച്ചു. അന്നത്തെ ഭൗതികവാദികൾ വാദിച്ചു. എന്നാൽ ഡാൾട്ടന് ശേഷം നടന്ന പഠനങ്ങൾ ആറ്റത്തിന്റെ ആന്തരിക ലോകത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകി. ആറ്റത്തിന്റെ ആന്തരിക ലോകം എന്നത് അതിസങ്കീർണമായ, വിശദീകരിക്കുവാൻ വളരെ പ്രയാസപ്പെടുന്ന, വളരെ സങ്കീർണമായ, വളരെ സൂക്ഷ്മ ലോകത്തെ സങ്കീർണത. സൂക്ഷ്മ ലോകം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുസൂചി കുത്തുന്ന സ്ഥലത്തിന്റെ 1000-ൽ ഒരു സ്ഥലമാണ്. അത്രയും ചെറിയ ലോകത്ത് അവിടെ പിന്നെ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇതെല്ലാം തമ്മിലുള്ള ബലങ്ങളുണ്ട്. ആ ബലങ്ങളെല്ലാം പരസ്പരം വളരെ സങ്കീർണമായി യോജിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന വളരെ സങ്കീർണം. ഞാൻ പറഞ്ഞു വരുന്നത്, കൂടുതൽ പഠനം നടക്കുന്തോറും പ്രപഞ്ചം നമ്മൾ വിചാരിച്ചതിനും സങ്കീർണമാണ് എന്ന് മനസ്സിലാവുകയും ആ സങ്കീർണതയ്ക്ക് പിന്നിൽ ഒരു മഹാസ്രഷ്ടാവിന്റെ അസ്തിത്വമുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയാണ് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭൗതികവാദികൾ എപ്പോഴും പറയും, എന്താ അതോടുകൂടി ദൈവത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് കലാനാഥൻ മാസ്റ്ററുടെ ഗുരുനാഥൻ ഡോക്ടർ MP പരമേശ്വരൻ എഴുതിയ പുസ്തകം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ചിന്താ പബ്ലിഷേഴ്സ് പുറത്തിറക്കിയ ബുക്കാണ്.
979 പുറത്തിറക്കിയ പുസ്തകത്തിലെ ഒരു പരാമർശം, ഇപ്പോഴും ജീവന് പിന്നിൽ ഒരു ദൈവത്തിന്റെ ആവശ്യമുണ്ട് എന്ന വിശ്വാസത്തിലാണ് ആളുകൾ. ഇന്ന് തികച്ചും നിർജീവ വസ്തുക്കളിൽ നിന്ന് ജീവനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഹർഗോവിന്ദ് ഖൊരാന കണ്ടുപിടിച്ച ഇക്കാലഘട്ടത്തിലും ജീവനെ ഒരു പ്രഹേളികയായി മനസ്സിലാക്കുകയും അതിനു മുന്നിൽ ഒരു സൃഷ്ടാവ് വേണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അയാൾ പറയാണ് MP പരമേശ്വരൻ 979 തികച്ചും നിർജീവ വസ്തുക്കൾ എന്ന ജീവനുള്ള വസ്തു സൃഷ്ടിച്ചിട്ടുണ്ട്. ആര്? ഹർഗോവിന്ദ് ഖൊരാന. 979 കഴിഞ്ഞു, 80ആയി, 81ആയി, 90ആയി, 2000ആയി, 2010ആയി, ഇപ്പൊ 2011ആയി. ഇന്നും ശാസ്ത്രലോകത്ത് നിർജീവ വസ്തുക്കളിൽ നിന്ന് ജീവനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അന്ന് കിട്ടിയ വിവരം വെച്ചിട്ട് അയാൾ എന്താണ്, ദൈവം മരിച്ചുപോയി, ഇനി ഹർഗോവിന്ദ് ഖൊരാന എന്താ ചെയ്തത്? DNA-യുടെ ഒരു സാമ്പിൾ നിർമ്മിക്കുക മാത്രമാണ് ഖൊരാന ചെയ്തത്. അതിൽ നിന്നാണ് ദൈവം ഇനി ആവശ്യമില്ല എന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഏത് കണ്ടുപിടുത്തം നടക്കുമ്പോഴും അങ്ങനെയാണ്. ടെസ്റ്റ് ട്യൂബ് ശിശുവിനുണ്ടാക്കിയപ്പോ, ടെസ്റ്റ് ട്യൂബ് ശിശു ആദ്യമായി നിർമ്മിക്കപ്പെട്ട സമയത്ത്, ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കുറിച്ചുള്ള ഗവേഷണം വിജയിച്ച സമയത്ത് എന്തൊക്കെയായിരുന്നു കുത്തിഘോഷിക്കപ്പെട്ടിരുന്നത്? മനുഷ്യൻ ടെസ്റ്റ് ട്യൂബിൽ ഇങ്ങനെ വളർന്നു വരുന്നതായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഭൗതികവാദിയായ ഞങ്ങളുടെ ശാസ്ത്രാധ്യാപകൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അന്നത്തെ ക്ലാസ്സിന് വന്നത്. അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടാൽ ടെസ്റ്റ് ട്യൂബിൽ പുരുഷ ബീജവും സ്ത്രീ ബീജവും ഇട്ടിട്ട് കുറച്ച് ദിവസം അങ്ങനെ കുലുക്കിയാൽ അതിൽ നിന്ന് ഇങ്ങനെ കുട്ടിണ്ടായി വരണേ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ആ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ അവതരണം. എന്തായിരുന്നു ടെസ്റ്റ് ട്യൂബ് ശിശു? ഒന്നും ഉണ്ടായിട്ടില്ല. ടെസ്റ്റ് ട്യൂബ് ശിശുവിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ? ഗർഭാശയത്തിനകത്ത് നടക്കേണ്ട ബീജ സങ്കലനം അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഗർഭാശയത്തിന് പുറത്താക്കി എന്നുള്ളത് ഒഴിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പുതിയ സൃഷ്ടി നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അതേപോലെ തന്നെ ക്ലോണിങ് നടന്നപ്പോ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് അല്ലെ? ക്ലോണിങ് നടന്നപ്പോ ഇനിയിപ്പോ ദൈവത്തിന്റെ ആവശ്യം തന്നെ അല്ല എന്നാണ് ഓരോരുത്തരും ഇങ്ങനെ എഴുതിയത് കണ്ടാൽ ഫോട്ടോസ്റ്റാറ്റിന്റെ മാതിരി ആകും ഇനി എന്നാ പറഞ്ഞു അല്ലെ? മനുഷ്യൻ അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് അടിക്കുക, ഇങ്ങനെ ചെല്ലുമ്പോ ഓരോ ഏകഛത്രാധിപതികൾ, ഹിറ്റ്ലർ ടൈപ്പ് 200 ആള്, 200 ഹിറ്റ്ലർ ഫോട്ടോസ്റ്റാറ്റ് അടിക്കാൻ മാതിരി 200 ഹിറ്റ്ലർ അപ്പം കിട്ടും അല്ലെ? ശാസ്ത്ര കഥാകാരന്മാർ എഴുതിണ്ടാക്കിയതല്ലായിരുന്നു. പക്ഷെ വസ്തുത എന്താണ്? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയിൽ നടത്തിയ ഒരു സ്വതന്ത്രമായ ഇടപെടൽ എന്നല്ലാതെ അവിടെയും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഡാർക്ക് എനർജിന്റെ വിഷയം എന്താണ്? ഡാർക്ക് എനർജി എല്ലാം കുറച്ച് സങ്കീർണമായ ഭൗതിക ശാസ്ത്ര പ്രതിഭാസങ്ങളാണ്. ഈ പ്രപഞ്ചം ആസകലം വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യന്റെ പഠനങ്ങൾക്ക് പിടികൊടുക്കാത്ത ഒരു ഊർജമുണ്ട് എന്നാണ്. അതിനാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. പ്രപഞ്ചം മൊത്തത്തിലെടുത്താൽ ഈ ഡാർക്ക് എനർജിയാണ് നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തെക്കാൾ കൂടുതലുള്ളത് എന്നാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ ഡാർക്ക് എനർജിയുടെ അടിസ്ഥാനം മനസ്സിലായി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാകും. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പഠിച്ചോണ്ട് ആവശ്യമില്ലാതാകും എന്നാണ് കലാദ മാസ്റ്ററുടെ സ്വപ്നം. തീർച്ചയായും ഡാർക്ക് എനർജിയെ കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ സങ്കീർണമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് നമുക്ക് വിവരം നൽകും എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ തന്നെ LHC ടെർമിനലിൽ നടക്കുന്ന പഠനം എന്താണ്? LHCയിൽ നടക്കുന്ന പഠനം, ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ നടക്കുന്ന പഠനം എന്താണ്? ആ പഠനം ന്യൂട്രിനോകളുടെ പരസ്പരമുള്ള സംഘട്ടനത്തിലൂടെ ഉണ്ടാകുന്ന വസ്തു. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ലൈറ്റിനെക്കാളും പ്രകാശത്തെക്കാളും പ്രവേഗത്തിൽ ന്യൂട്രിനോക്ക് പോകാൻ കഴിയുമെന്ന് കൊളൈഡറിലൂടെ ഇപ്പോൾ കണ്ടുപിടിച്ചു. ഫലം എന്താണ്? നമ്മൾ ഇത്രയും കാലം ഭൗതികവാദികൾ കെട്ടിപ്പൊക്കിയിരുന്ന ഈ പ്രപഞ്ച സങ്കല്പമെല്ലാം പൊളിയാണ് എന്നാണ് വരാൻ പോണത്. പുതിയ പ്രപഞ്ച സങ്കല്പങ്ങൾ ഉണ്ടാവുകയാണ്. സൃഷ്ടാവ് വേണ്ട എന്ന് സ്ഥാപിക്കാൻ വേണ്ടി
ആപേക്ഷികത സിദ്ധാന്തത്തെ കൂട്ടുപിടിച്ച ആളുകൾക്ക് ഇനി പുതിയ സിദ്ധാന്തം തേടേണ്ടി വരുന്ന അവസ്ഥാവിശേഷമാണ് വരിക. ഇങ്ങനെ ഓരോ ശാസ്ത്രീയമായ പഠനങ്ങളും കൂടുതൽ കൂടുതൽ പടച്ചവന്റെ അസ്തിത്വത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ പടച്ചവന്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. ഡാർക്ക് എനർജിയെ കുറിച്ച് ഇതുവരെ നമുക്കൊന്നും അറിയില്ല. എന്നാൽ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടി പ്രതിഭാസമാണ് എന്നുള്ള വസ്തുത മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് ഇതപര്യന്തമുള്ള ശാസ്ത്ര ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കലാനാഥൻ മാസ്റ്ററുടെ സ്വപ്നം ഒരിക്കലും പൂവണിയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഓരോ പ്രതിഭാസങ്ങളും അതിന്റെ സങ്കീർണതയും അതിലെ വ്യവസ്ഥയും സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും രാപ്പകലുകളുടെ മാറി മാറിയുള്ള ആഗമനത്തിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുമെല്ലാം ചിന്തിക്കുന്നവർക്ക് ഏറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതേ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളെ കുറിച്ച് പഠനത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പഠിക്കാൻ ബുദ്ധി ഉപയോഗിക്കാൻ സന്നദ്ധമാകുമെങ്കിൽ തീർച്ചയായും സട്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുവാൻ ആണ് ഏത് ശാസ്ത്ര പഠനവും മനുഷ്യർക്ക് പര്യാപ്തമാവുക എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ പേര് അജിത. ഞാൻ സൈക്കോളജിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു ഡൗട്ടുള്ളത്, ഇപ്പം നമ്മൾ ഗ്ലോബൽ ടെററിസം, നാഷണൽ ടെററിസം ഓർ സ്റ്റേറ്റ് ടെററിസം, ഇതിൽ കൂടുതലും നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ വായിക്കുന്ന പേരുകൾ മുസ്ലിം നെയിംസാണ്. അപ്പോൾ നമ്മൾക്കിടയിൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റഡീസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിഹേവിയറൽ സയൻസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു 80% നമ്മളുടെ എൻവയോൺമെൻറ്റൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു ഡൗട്ട്, അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം എഡ്യൂക്കേഷൻ, ഒരു റിലീജിയസ് എഡ്യൂക്കേഷൻ ഇതിന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടോ? അതായത് ടെററിസം എന്ന ഒരു ഇതിന് ഇൻഫ്ലുവൻസ്ഡ് ആക്കുന്നുണ്ടോ ആളുകളെ? ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട്, കാരണം ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ ഒരു 2 മാസത്തിന് മുമ്പ് ഒരു പ്രൊഫസർ ഒരു മുസ്ലിം സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ കാരണമാണ് അല്ലെങ്കിൽ നിങ്ങളെ ഭയമാണ് ഞങ്ങൾക്ക് മറ്റു സ്റ്റുഡൻസിനെന്നാണ്. അങ്ങനെ ഒരു ഇത് സഹിക്കേണ്ട ഒരു ഇതാണോ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇത് കുറയ്ക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു പബ്ലിക് നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മതനേതാക്കൾ എന്തെങ്കിലും ഇപ്പോൾ നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് ശരിയാണോ? കാരണം ഇതൊരു പഠനത്തിന് അനിവാര്യമായ ഒരു സബ്ജക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സഹോദരി അജിത, വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലിട്ടിട്ടുള്ളത്. നമ്മുടെ ഈ ക്യാമ്പയിനുമായി വളരെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടിയാണിത്. ജഡ്ജിയുടെ അവസാനത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് തുടങ്ങട്ടെ. ഈ ഒരവസ്ഥക്ക് മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇസ്ലാം ശാന്തിയുടെ ദർശനം, ശാന്തിയുടെ മതം എന്ന തലക്കെട്ടോടുകൂടി ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം കേരളത്തിലുടനീളം 4 മാസക്കാലം നിരന്തരമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 10 വർഷക്കാലമായി കേരളത്തിൽ മുജാഹിദീനും ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീനും മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റുമെല്ലാം ഈ പ്രബോധന പ്രവർത്തനങ്ങളിലാണ് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന, ടെററിസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കി കൊടുക്കുക എന്ന പ്രവർത്തനത്തിലാണ്. ഇവിടെ അജിതയുടെ ആദ്യത്തെ ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്. പ്രത്യേകിച്ച് ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഭീകരവാദം ഉണ്ടാകുന്നു? ഇതാണ് ചോദ്യത്തിന്റെ കാതൽ. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ, ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും ഭീഷണമായ ഭീകരവാദം ആരുടെ അടുത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് എന്നാണ് വളരെ എളുപ്പത്തിലുള്ള ഉത്തരം. പക്ഷേ ആ ഉത്തരം ശരിയല്ല. ഇന്നത്തെ ഹോം മിനിസ്ട്രിയുടെ, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിന്റെ നിരീക്ഷണ പ്രകാരം
ഇന്ത്യ നേരിടുന്ന ഒന്നാമത്തെ ഭീകരത മാവോവാദികളുടെ ഭീകരതയാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ തലച്ചോറിൽ മുസ്ലിങ്ങളുടേത് എന്ന് വരുന്നു? ആ ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ അജിതയുടെ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. രണ്ടാമത്തെ, ഇന്ത്യ നേരിടുന്ന ഭീകര പ്രശ്നത്തിൽ ടെററിസ്റ്റിസം ഒരു പ്രോബ്ലം ആണല്ലോ. ആ പ്രശ്നത്തിൽ ഇന്ത്യയുടെ മുന്നിലുള്ള രണ്ടാമത്തെ പ്രതി ആരാണ്? മുസ്ലിം ഭീകരവാദികളെന്നോ അല്ലെങ്കിൽ കാശ്മീരിലെ ഏതെങ്കിലും ഹർക്കത്തുൽ മുജാഹിദീൻ എന്നോ ഒന്നുമല്ല ഇതിന്റെ ഉത്തരം. ഇതിന്റെ ഉത്തരം ഉൾഫ തീവ്രവാദികൾ എന്നാണ്. രണ്ടാമത്തേതുമല്ല മുസ്ലിം തീവ്രവാദികൾ എന്നർത്ഥം. ഹോം മിനിസ്റ്ററുടെ കണക്കനുസരിച്ച് മൂന്നാമത് മാത്രമേ മുസ്ലിം ഭീകരവാദികൾ ഇന്ത്യയുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഭീകരതയുടെ ലിസ്റ്റിൽ പെടുന്നുള്ളൂ. പക്ഷേ നമുക്കറിയുക, നമ്മൾ അറിഞ്ഞിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ തലച്ചോറ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല മുസ്ലിമാണ് ഭീകരവാദി, മുസ്ലിമാണ് ഭീകരവാദി, മുസ്ലിമാണ് ഭീകരവാദി എന്നാണ്. അത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് കൂടി ഞാൻ പറയട്ടെ. ബിഹേവിയർ എങ്ങനെ ഉണ്ടാകുന്നു, പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടാകുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു 20% മാത്രമാണ് ജനിതകം, ബാക്കി 80% അയാളുടെ തലച്ചോറ് സ്വീകരിക്കുന്നത് തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. ആ വിവരങ്ങൾ നൽകുന്ന ചോദനകളാണ്, ആ വിവരങ്ങൾ നൽകുന്ന ഇമ്പൾസസ് ആണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മനുഷ്യ ശിശു ജനിക്കുന്നത് തലച്ചോറിൽ യാതൊന്നുമില്ലാതെയാണ്. കാര്യമായി തലച്ചോറിലുള്ളത് കുറെ ന്യൂറോണുകൾ മാത്രമാണ് മനുഷ്യ ശിശുവിന്റെ. ആ ന്യൂറോണുകൾ മാത്രമാണ് മനുഷ്യ ശിശുവിന്റെ തലച്ചോറിലുള്ളത് ജനിക്കുന്ന സമയത്ത്. ഈ ന്യൂറോണുകൾ പരസ്പരം ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സിനാപ്സുകൾ എന്നറിയപ്പെടുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങളാണ് തലച്ചോറിന്റെ വളർച്ച എന്ന രൂപത്തിൽ സംഭവിക്കുന്നത്. ന്യൂറോണുകളുടെ എണ്ണത്തിൽ ഒരു വർധനവും ഉണ്ടാകുന്നില്ല മനുഷ്യന് പിന്നെ വളരുന്നതിനനുസരിച്ച്. ന്യൂറോണുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നില്ല മനുഷ്യൻ വളരുന്നതിനനുസരിച്ച്, പക്ഷേ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതെല്ലാം എന്തിനാ ഇവിടെ പറയുന്നത് മറ്റൊന്നിനുമല്ല, എങ്ങനെയാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ തലച്ചോറ് സിനാപ്സുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ തലച്ചോറിന്റെ ഒരു സവിശേഷത, മനുഷ്യന്റെ തലച്ചോറ് അതിന്റെ കുഞ്ഞിന്റെ തലച്ചോറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രായപൂർത്തിയെത്തിയ മനുഷ്യന്റെ തലച്ചോറ് 4 ഇരട്ടിയോളം വരുമെന്നുള്ളതാണ്. കുഞ്ഞിന് 330 മുതൽ 350 ഗ്രാം വരെയാണ് തലച്ചോറിന്റെ ഭാരമെങ്കിൽ പ്രായപൂർത്തിയെത്തിയ മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാരം ഏകദേശം 1410 ഗ്രാമാണ്. ഏകദേശം 4 മുതൽ 5 വരെ ഇരട്ടി വർദ്ധിക്കുന്നു എന്നർത്ഥം. മറ്റ് ജീവികൾക്കൊന്നും ഇങ്ങനെയുണ്ടാകുന്നില്ല. മറ്റ് ജീവികൾക്ക് പരമാവധി ഒരു 60% വർദ്ധിക്കുന്നത് ഉണ്ടാകുന്നത്. അഥവാ മറ്റ് മാമൽസിന്റെ, മറ്റ് സസ്തനികളുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറ് അതിന്റെ പ്രായപൂർത്തിയെത്തിയ ഒരു സസ്തനിയുടെ തലച്ചോറുമായി താരതമ്യം ചെയ്യുമ്പോൾ 40% മുതൽ 60% വരെ ഉണ്ടാകും എന്നർത്ഥം. ഞാനിത് പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, ഈ തലച്ചോറിന്റെ വളർച്ച മനുഷ്യന്റേത് നടക്കുന്നത് ചെറിയ പ്രായത്തിലാണ്. ആദ്യത്തെ ഘട്ടം 3 വയസ്സ് വരെ, രണ്ടാമത്തെ ഘട്ടം 7 വയസ്സ് വരെ, മൂന്നാമത്തെ ഘട്ടം 13 വയസ്സ് വരെ എന്നാണ് തലച്ചോറിന്റെ വളർച്ചയെ കുറിച്ച് പറയുക. ഈ അവസ്ഥയിൽ തലച്ചോറ് വളരുന്ന സമയത്ത് തന്റെ ചുറ്റുപാടുമുള്ള വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് അറിവ് നേടിയെടുത്തിട്ട് കുട്ടിയുടെ വ്യക്തിത്വം ഉണ്ടാകുന്നു.
ഈ വ്യക്തിത്വ രൂപീകരണത്തിന്റെ സമയത്ത് കുട്ടിക്ക് എവിടെ നിന്നാണ് അറിവ് ലഭിക്കുന്നത് എന്നിടത്ത് നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് സൈക്കോളജിസ്റ്റുകൾ ഈ വിഷയത്തിലുള്ള പഠനം. നമ്മുടെ അറിവ് ഇന്ന് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ള ടെലിവിഷനുകളിലൂടെയാണ് കുട്ടിക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ചെറുപ്പം മുതലേ ടെലിവിഷൻ ആരെന്ത് പറഞ്ഞാലും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ ഒരു വസ്തുവാണ് എന്ന് ആ വസ്തുവിനെ പഠിച്ച ന്യൂറോ സയന്റിസ്റ്റുകൾ ആരും പറയാതിരുന്നിട്ടില്ല. കുട്ടിയുടെ തലച്ചോറിൽ ടെലിവിഷൻ നൽകുന്ന വിവരങ്ങളാണ് ചെറിയ പ്രായം മുതൽ വലുതാകുന്നത് വരെ കിട്ടുന്ന വിവരങ്ങളാണ്. മാതാവിന്റെ മടിയിൽ വെച്ചു മുതൽക്ക് ടെലിവിഷൻ നൽകുന്ന അറിവുകളാണ് കുട്ടിയുടെ വ്യക്തിത്വത്തെയും ചിന്തയെയും എല്ലാം സ്വാധീനിക്കുന്നത്. അങ്ങനെയാകുമ്പോ നിങ്ങൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് 1980-കൾ മുതൽ ലോകവ്യാപകമായി ഇസ്ലാം ടെററിസമാണ് എന്നും മുസ്ലിം ടെററിസമാണ് എന്നും മുസ്ലിങ്ങൾ ടെററിസ്റ്റുകളാണ് എന്നും ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ടെററിസത്തിന്റെ ചിഹ്നങ്ങളാണ് എന്നും ബോധപൂർവം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയയുടെ ദുഷ്ടലാക്കാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ആ പ്രചരണം മതപാഠങ്ങളല്ല. ആ പ്രചരണം സ്വാഭാവികമായും എതിരാളികൾക്ക് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മുസ്ലിം യുവാക്കളുടെയും മുസ്ലിം കുട്ടികളുടെയും തലച്ചോറിനകത്ത് അതേ തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒരു ചെറിയ പരിധി വരെ മീഡിയ വിജയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തലച്ചോറിന്റെ ചരിത്രം, തലച്ചോറിന്റെ സയൻസുകളെ കുറിച്ച് പറയാൻ കാരണം. ഇനി നമ്മൾക്ക് ഭീകരത എന്ന സാമൂഹ്യ പ്രതിഭാസത്തെ എടുക്കാം. തീർച്ചയായും വളരെ പ്രസക്തമാണ് ചോദ്യം. നമ്മുടെ വിഷയവുമായി വളരെ ബന്ധമുണ്ട്. വളരെ സംക്ഷിപ്തമായി ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. എങ്കിലും ഭീകരത, ടെററിസം ഇതൊരു ടേമാണ്. ഈ ടേം നമ്മുടെ ഡിക്ഷണറികളിൽ സ്ഥാനം പിടിക്കുന്നത് എന്ന് മുതൽക്കാണ്, നമ്മുടെ ഉപയോഗങ്ങളിൽ കടന്നു വരുന്നത് എന്ന് മുതൽക്കാണ്. സഹോദരി പഠന വിധേയമാക്കുക. 1980-കൾക്ക് മുമ്പ് ഈ പദപ്രയോഗം വ്യാപകമല്ല. 1980 ഒരു സവിശേഷതയുണ്ട്. 1980-ലാണ് USSR എന്ന ദിലോക ധ്രുവത്തിന്റെ രണ്ടാമത്തെ ധ്രുവം തകർന്ന് തരിപ്പണമായത്. 1980-കളുടെ തുടക്കം മുതൽക്ക് തന്നെ റഷ്യയുടെ തകർച്ചയും കമ്മ്യൂണിസത്തിന്റെ വിളർച്ചയും ലോകത്ത് ചർച്ചകളിൽ കടന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് കമ്മ്യൂണിസം യുവാക്കൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് കടന്നു വന്ന ഒരു ദർശനമായിരുന്നു. സ്വാഭാവികമായും നഷ്ടപ്പെടുവാനില്ലൊന്നും, കൈവിലങ്ങുകളല്ലാതെ ലഭിക്കാനുള്ളതോ നല്ലൊരു ലോകം, ചങ്ങലകളില്ലാത്ത ലോകമെന്ന് പാടിയ ജ്വലിക്കുന്ന യുവത പ്രതീക്ഷയിലായിരുന്നു, സ്വപ്നമായിരുന്നു. 60 കൊല്ലക്കാലവും ലോകം നോക്കിയത് റഷ്യയിലെ ഇരുമ്പുമറകൾ തുറക്കുമ്പോഴേക്ക് നമുക്ക് സമത്വസുന്ദരമായ ഒരു ലോകം കാണാൻ കഴിയും. സോഷ്യലിസത്തിന്റെ ഇരുമ്പുമറകൾ കഴിഞ്ഞാൽ അടുത്തത് കമ്മ്യൂണിസത്തിന്റെ സുന്ദരമായ ലോകമാണ് എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ബ്രസ്നേവിന് ശേഷം ഗോർബച്ചേവ വാതിൽ തുറന്നപ്പോ ലോകം കണ്ടത് ചാടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന, പുറത്തേക്ക് ചാടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കുറെ തപ്ത യുവത്വത്തെയാണ് അവിടെ കണ്ടത്. സ്വാഭാവികമായും കമ്മ്യൂണിസം പരാജയമാണ് എന്ന് ലോകം തിരിച്ചറിയുകയായിരുന്നു. അവിടെ ഇനി എന്ത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇസ്ലാം എന്ന് ചർച്ച നടന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒരു ഇസ്ലാമികമായ വേദിയുടെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ സംസാരിക്കുകയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഞാൻ പറയുക, നിങ്ങൾ മുതലാളിത്ത ലോകത്തെ, ഇന്നത്തെ ഏകധ്രുവ ലോകത്തിന്റെ, ലോക പോലീസുകളുടെ കൈകളിൽ നിന്ന് വന്ന പരാമർശങ്ങളെ പഠനവിധേയമാക്കുക എന്ന്. 1980-കളിലാണ് ഫ്രാൻസിസ് ഫുക്കുയാമയുടെ ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ലാസ്റ്റ് മാൻ എന്ന ഗ്രന്ഥം പുറത്തിറങ്ങുന്നത്. ചരിത്രത്തിന്റെ അവസാനം മനുഷ്യരുടെയും എന്നായിരുന്നു പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നത് ദർശനങ്ങളുടെ സംഘട്ടനത്തിന്റെ ചരിത്രം കഴിഞ്ഞു. മാർക്സിസം പറഞ്ഞത്
ഓരോ വർഗങ്ങളുടെ സംഘടനത്തിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകാന്നാണല്ലോ. ഇനി മാർക്സിസം തകർന്നു, അതുകൊണ്ട് തന്നെ വർഗങ്ങളുടെ സംഘടനയിലില്ല. ഇനി ഉണ്ടാകാൻ പോകുന്നത് മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന സംസ്കാരത്തിന്റെ വ്യാപനമാണ് ലോകത്ത് എന്നാണ് ഫ്രാൻസിസ് ഫുക്കുയാമ തന്റെ പുസ്തകത്തിൽ സമർത്ഥിച്ചത്. ഇതിന് മറുപടിയായി അമേരിക്കൻ സോഷ്യൽ പൊളിറ്റിക്കൽ സോഷ്യോളജിസ്റ്റായ സാമുവൽ പി ഹണ്ടിങ്ടൺ എഴുതിയ വിശദമായ ഗ്രന്ഥമാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന ഗ്രന്ഥം. ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഇനി നടക്കാൻ ഇതുവരെ തീർച്ചയായും രാഷ്ട്രീയ യുദ്ധങ്ങളുടെ കാലമായിരുന്നു. ആ യുദ്ധത്തിന്റെ കാലം കഴിഞ്ഞാൽ ചരിത്രം അവസാനിക്കുകയല്ല, ക്ലാഷ് അവസാനിക്കുകയല്ല. ഇനി നടക്കാൻ പോകുന്ന സംഘട്ടനം സംസ്കാരങ്ങളുടെ സംഘട്ടനമാണ്. സംസ്കാരങ്ങളുടെ സംഘട്ടനത്തിൽ ഒരു വശത്ത് പുരോഗതിയുടെ, നന്മയുടെ, ജനാധിപത്യത്തിന്റെ, മതനിരപേക്ഷതയുടെ, സ്വാതന്ത്ര്യത്തിന്റെ സംസ്കാരം, അത് പാശ്ചാത്യ സംസ്കാരമാണ്, അമേരിക്കയുടെ സംസ്കാരമാണ്, മുതലാളിത്ത സംസ്കാരമാണ്. മറുവശത്ത് ജഡത്വത്തിന്റെ, പിന്നോക്കത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, പ്രാകൃതത്വത്തിന്റെ, മത ദൃഢതയുടെ സംസ്കാരം, അത് പൗരസ്ത്യ സംസ്കാരമാണ്. പൗരസ്ത്യ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമാണ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ക്ലാഷ് പാശ്ചാത്യ സംസ്കാരവും ഇസ്ലാമും തമ്മിലാണ്. ഇത് എഴുതിയത് മുതലാളിത്ത ലോകത്തെ ബുദ്ധിജീവികളാണ്. എന്തുകൊണ്ട് എഴുതി? അതിന് 1980കളിലെ സാമൂഹ്യ ശാസ്ത്രം കൂടി ഒരല്പം നമ്മൾ പഠിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ കാണുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ ഒരു കമ്മ്യൂണിസത്തിന്റെ പരാജയത്തിൽ നിന്ന് മനുഷ്യരുടെ ആത്മീയവും ഭൗതികവുമായ വിമോചനത്തിന് യോജിക്കുന്ന ദർശനം എന്നുള്ള നിലക്ക് ഗൗരവതരമായി ലോകത്തെ യുവത്വം ഇസ്ലാം ചർച്ച ചെയ്തിരുന്ന ഒരു സന്ദർഭം തന്നെയായിരുന്നു അത്. അതോടൊപ്പം തന്നെ ലോകത്ത് മുതലാളിത്തത്തിന്റെ വ്യാപനം നടക്കണമെങ്കിൽ മാർക്കറ്റിംഗ് വ്യാപകമാകണം. മുതലാളിത്തം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് താല്പര്യം മാർക്കറ്റിലാണ്, വിപണനത്തിലാണ്. വിപണി സജീവമാകുമ്പോഴാണ് മുതലാളിത്തം സജീവമാവുക. വിപണിയെ, മാർക്കറ്റിനെ കൂടുതൽ സ്നിഗ്ധമാക്കുന്നതിന് വേണ്ടിയാണ് മുതലാളിത്തം ഗ്ലോബലൈസേഷൻ എന്ന, ആഗോളവൽക്കരണമെന്ന വളരെ സമർത്ഥമായൊരു മുദ്രാവാക്യം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും കച്ചവടം ചെയ്യുവാനുള്ള സാധ്യതയാണ്. എന്നാൽ അത് നല്ലൊരാശയമാണ്. പക്ഷേ മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം ആഗോളവൽക്കരണം ലോകത്തെങ്ങുമുള്ള ആളുകളുടെ സമ്പത്തിനെയും അതേപോലെ തന്നെ കായശേഷിയെയും അവരുടെ ഹ്യൂമൻ റിസോഴ്സിനെയും തങ്ങൾക്ക് ചൂഷണം ചെയ്യാനും തങ്ങളുടെ അനാവശ്യമായ പ്രോഡക്ട്സ് ആളുകളുടെ തലയിൽ കട്ടിവെക്കുവാനുമുള്ള ഒരു ഏർപ്പാടിനാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുക. നിങ്ങൾ എടുത്തു നോക്കുക, ഇന്ന് നമ്മുടെ നാടൻ സാധനങ്ങൾ, നമുക്ക് ആവശ്യമായ വസ്തുക്കൾ, നമ്മുടേതായ സാധനങ്ങൾ, നമ്മുടെ കായശേഷി എല്ലാം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? പകരം നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തു എന്ത്? നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതിൽ വളരെ വലിയ വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോവല്ല. ഞാൻ പറയുന്നത്, ഈ അനാവശ്യമായ വസ്തുക്കളെ നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കണമെങ്കിൽ മുതലാളിത്തത്തിന് അതിൻ്റെതായ മാർഗമുണ്ട്. അതിനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുക. ഈ മാർക്കറ്റിംഗ് നടക്കണമെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ടാകണം. മാർക്കറ്റിംഗിന്റെ ഒരു പഞ്ചപ്രമാണമുണ്ട്. മാർക്കറ്റിംഗിന് സ്നിഗ്ധമാക്കാൻ വേണ്ടി, മാർക്കറ്റിംഗ് നന്നായി നടക്കുന്നതിന് വേണ്ടി 5 കാര്യങ്ങൾ മുതലാളിത്തത്തിന് ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തേത് ലഹരിയാണ്, രണ്ടാമത്തേത് ലോട്ടറിയാണ്, മൂന്നാമത്തേത് പലിശയാണ്, നാലാമത്തേത് പെണ്ണിന്റെ സൗന്ദര്യ പ്രകടനമാണ്, അഞ്ചാമത്തേത് പെണ്ണിന്റെ പച്ചയായ ഇറച്ചി വിൽപ്പനയാണ്. ഇതിൽ 1ഉം 5ഉം, ലഹരിയും പെണ്ണിന്റെ ശരീര വിൽപ്പനയും, മാർക്കറ്റിംഗ് രംഗത്തെ വിദഗ്ധന്മാരെ ഈ രംഗത്തേക്ക് പ്രചോദിപ്പിക്കുവാൻ വേണ്ടിയാണെങ്കിൽ, ബാക്കി 3ഉം സാധാരണക്കാരെ വസ്തുക്കളെ വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണിന്ന്. രാവിലെ എന്ത് കുടിക്കണമെന്ന് തീരുമാനിക്കാൻ മുതൽ
രാത്രി എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കാൻ വരെ പെണ്ണിന്റെ നിമ്നോന്നതികളിലൂടെ കണ്ണുപായിക്കണം എന്ന അവസ്ഥാവിശേഷമാണുള്ളത്. പെണ്ണിനെ ഉപയോഗിച്ച് പ്രോഡക്റ്റ് നമ്മുടെ തലയിലേക്ക് അടിച്ച് കയറ്റുകയാണ്. അതിന് പ്രൈമിംഗ് എന്ന് പറയും. അത് വേറൊരു വിഷയമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 5 കാര്യങ്ങളുമായും ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു. ഇസ്ലാം ഭരിക്കുന്ന ഇസ്ലാം തലച്ചോറിനെ ഭരിക്കുന്ന ഒരു പ്രദേശത്ത് മദ്യം ഉപയോഗിച്ച്, പെണ്ണിന്റെ സൗന്ദര്യം ഉപയോഗിച്ച്, ലോട്ടറി ഉപയോഗിച്ച്, പലിശ ഉപയോഗിച്ച്, അതേപോലെ തന്നെ പെണ്ണിന്റെ ശരീര വിൽപ്പന ഉപയോഗിച്ച് മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു അടിസ്ഥാന വസ്തുവായി തീരുകയും ആ ഉൽപ്പന്നങ്ങൾ നേടിയെടുക്കേണ്ട പ്രദേശങ്ങൾ മുസ്ലിങ്ങളുടെ ഇസ്ലാമികമായ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശങ്ങളാവുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു സാംസ്കാരികമായ സമരം ആവശ്യമുണ്ട്, രാഷ്ട്രീയമായ വേറൊരു സമരവും ആവശ്യമുണ്ട്. സാംസ്കാരികമായ സമരപാട് മീഡിയയിലൂടെ നിർവഹിക്കപ്പെട്ടത് ഇസ്ലാം ഭീകരമാണ്, ഇസ്ലാം പ്രാകൃതമാണ്, ഇസ്ലാം കൊള്ളരുതാത്തതാണ്, ഇസ്ലാം പെണ്ണിന് പറ്റാത്തതാണ്, ഇസ്ലാം പുരോഗതിക്ക് പറ്റാത്തതാണ് എന്നെല്ലാമുള്ള പ്രചരണം വളരെ സമർത്ഥമായി നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. രണ്ടാമത്തേത് രാഷ്ട്രീയമായ അധിനിവേശപാട് 1990-കൾ മുതൽ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന എല്ലാ ഭീകരതയുടെയും അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുക. ഇവിടെ ഈ പ്രചാരണത്തിന് 2 തലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ തലച്ചോറിന് ആ തലത്തിലേക്ക് പ്രോഗ്രാം ചെയ്ത് വളർന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാവുക, എന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, എനിക്കിവിടെ നിലനിൽപ്പ് വേണമെങ്കിൽ, എനിക്കിവിടെ ജീവിക്കണമെങ്കിൽ, എനിക്കിവിടെ യഥാരൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ ആയുധമെടുത്തേ പറ്റൂ, കലാപമുണ്ടാക്കിയേ പറ്റൂ, സായുധ പ്രതികരണം മൂലമേ പറ്റൂ എന്ന പാഠമാണ് മുസ്ലിമിന് കൊടുക്കുന്നത്. ആ പാഠം പഠിച്ച് ഇസ്ലാമിനെതിരെ ചെയ്യുന്ന മുസ്ലിമിന്റെ ചിത്രം പിടിച്ച് ഇവരുടെ ഇസ്ലാം ഭീകരതമാണ് എന്നുള്ള വാദത്തിന് അനുകൂലമായ തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മീഡിയ. ഇങ്ങനെ പല തലങ്ങളിലുള്ള ഒരു വളരെ സങ്കീർണമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ആ സങ്കീർണമായ പ്രവർത്തനത്തിന് നടുവിൽ യഥാർത്ഥ ഇസ്ലാമിന് പറയാനുള്ളത് ഇതിനപ്പുറത്തുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ്. അഥവാ ഇസ്ലാം എന്നാൽ സമാധാനമാണ്, ശാന്തിയാണ്. മനുഷ്യർക്ക് ശാന്തമായ ഭൗതിക ജീവിതവും ശാന്തി നിറഞ്ഞ മരണാനന്തര ജീവിതവും പ്രദാനം ചെയ്യുന്ന ഒരാദർശമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആദർശത്തെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ന് മനസ്സിലാക്കണം മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും. അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയും ശാന്തമായ ഭൗതിക ജീവിതത്തിന്, ശാന്തമായ മരണാനന്തര ജീവിതത്തിന് ഇസ്ലാമാണ് മാർഗം എന്നുള്ള വസ്തുത മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ പ്രമാണങ്ങൾ വളരെ കൃത്യമായി പറയുന്നതാണ്, നിരപരാധിയായ ഒരു മനുഷ്യനെ വധിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറയുന്ന യാഥാർത്ഥ്യമാണത്. അന്നഹും മൻ ഖതല നഫ്സുൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം. ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ വധിച്ചാൽ അത് ആ വധം, ആ നിരപരാധിയെ വധിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമപാട് എന്ന് പ്രഖ്യാപിക്കുന്ന ഖുർആനിന് നിരപരാധികളെ കൊന്നുകൊണ്ട്, നിരപരാധികളെ പീഡിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അനുകൂലിക്കാൻ കഴിയില്ല. എന്നാൽ ലോകത്ത് നിലനിൽക്കുന്ന ഭീകരത നിങ്ങൾ എടുത്തു നോക്കുക. അതിന്റെ എല്ലാം പിന്നിൽ എന്താണ്? ഇന്ത്യക്ക് പുറത്തുള്ള ഏത് സംഭവവും നമുക്ക് അപഗ്രഥിക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. പലസ്തീൻ എടുക്കുക, അഫ്ഗാനിസ്ഥാൻ എടുക്കുക, ഇറാഖ് എടുക്കുക, അവിടെയെല്ലാം അവിടെ കക്ഷിയാകുന്നത് ആരാണ്? സാമ്രാജ്യത്വപാട്. സാമ്രാജ്യത്വം എന്തുകൊണ്ട് കക്ഷിയാകുന്നു? അവർക്ക് പെട്രോളിൽ താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് ഭീകരത എന്ന ചോദ്യത്തിന് രാഷ്ട്രീയമായ ഉത്തരം മുസ്ലിം ലോകത്താണ് പെട്രോളിയം ഉള്ളത് എന്നതാണ്. അവിടെ കലാപങ്ങൾ ഉണ്ടായാലേ, ഭീകരതയുണ്ടായാലേ ഇവർക്ക് ലോക പോലീസ് ചമഞ്ഞ് അവിടെ ഇടപെടാൻ കഴിയൂ.
അവിടെ ഇടപെട്ട് അവരുടെ പരിധിയിലേക്ക് പെട്രോളിയത്തിന്റെ സ്രോതസ്സുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ പരിശ്രമമാണ് രാഷ്ട്രീയ ഭീകരതയ്ക്ക് കാരണമായി ഭവിക്കുന്നത്. ചുരുക്കത്തിൽ മുസ്ലിം സമുദായം എന്നുള്ള നിലക്ക് ഇസ്ലാമികമായ പാഠങ്ങളോ മദ്രസ പാഠങ്ങളോ ഇസ്ലാമികമായ പ്രമാണങ്ങളോ ഒന്നും തന്നെ ഭീകരതയെ അനുകൂലിക്കുകയല്ല, മറിച്ച് മുതലാളിത്തം സൃഷ്ടിച്ചെടുത്ത വളരെ സമർത്ഥമായ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ് ഭീകരതയെക്കുറിച്ചുള്ള ആരോപണം ഉണ്ടാക്കുന്നത്. അതിന്റെ ഉപോൽപ്പന്നമാണ് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തെയെങ്കിലും ഭീകരവൽക്കരിക്കുവാൻ ഇതുമൂലം കഴിയുന്നത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് മുസ്ലിങ്ങളെ പൂർണ്ണമായി ഭീകരവൽക്കരിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സമരമാണ്, ഈ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിച്ചുവിളിയാണ്, ഈ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോധ്യപ്പെടുത്തലാണ് മുസ്ലിം സമുദായം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിർവഹണത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രോഗ്രാമുകൾ എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. വളരെ വിശദമായി അപഗ്രഥിക്കേണ്ട വിഷയമാണ്. സംക്ഷിപ്തമാക്കാൻ പരമാവധി ശ്രമിച്ചത് മൂലം പല വിഷയങ്ങളും ഇടക്ക് വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ സഹോദരി കൂടുതൽ പഠനം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കി ആ കാര്യം പഠിക്കാൻ സന്നദ്ധമാവുക എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഷിറാബ് എന്നാണ്. എൻ്റെ സുഹൃത്ത് വയറ്റിലെ സ്വദേശി സുജിത് കെ തോമസിന് വേണ്ടിയാണ് ചോദ്യം. ഖുർആനിൽ ശാസ്ത്രീയമായ അബദ്ധം ഇല്ല എന്നത് തെറ്റല്ലേ എന്നാണ് അവൻ ചോദ്യം. സൂര്യൻ ചലിക്കുന്നുവെന്ന് ഖുർആനിൽ പറയുന്നു, പക്ഷേ അങ്ങനെയല്ല, സൂര്യനെ ചുറ്റി ഗ്രഹങ്ങളാണ് സഞ്ചരിക്കുന്നതെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അതിനൊരു വിശദീകരണം അവർക്ക് കൊടുക്കാവോ? സൂര്യൻ ചലിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു, എന്നാൽ സൂര്യനെ ചുറ്റി ഗ്രഹങ്ങളാണ് ചലിക്കുന്നതെന്ന് സുജിത്ത് പറയുന്നു. വിശദീകരിക്കണം എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ സുജിത്ത് മനസ്സിലാക്കിയിടത്തല്ല വസ്തുത എന്നാണ് എനിക്ക് ചുരുക്കി പറയാൻ. സൂര്യൻ ചലിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ വളരെ അതിന്റെ നിശ്ചിതമായ ഒരു സ്ഥാനത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും അവയുടെ ഭ്രമണപഥത്തിൽ നീന്തി തുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത് അങ്ങനെ. സൂര്യന്റെ കാര്യം എടുക്കുക. നമ്മളെല്ലാം ചെറുപ്പത്തിൽ പഠിച്ചത് സൺ ഈസ് സ്റ്റേഷനറി, പ്ലാനറ്റ്സ് ആർ മൂവിങ് അറൌണ്ട് സൺ. സുജിത്തിന്റെയും വിവരം ആ ചെറുപ്പത്തിലെ പാഠങ്ങളിൽ നിന്ന്. യഥാർത്ഥത്തിൽ സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. സൂര്യൻ ഒരുപാട് ചലനങ്ങളുണ്ട്. ഒന്നാമത്തെ ചലനം ഓസിലേഷൻ എന്ന് പറയും. സൂര്യൻ സ്വയം വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത്. ഇങ്ങനെ വീർത്തു ചുരുങ്ങുന്നത് ചലനമാകുന്നത് എങ്ങനെയാണ്? സൂര്യന്റെ പ്രതലം ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഓസിലേഷൻ ഒന്നാമത്തെ ചലനം. രണ്ടാമത്തെ ചലനം സൂര്യൻ്റേത് സ്വയം ഭ്രമണമാണ്. സൂര്യൻ സ്വന്തം അച്ചുതണ്ട് തന്നെ ഒരു തണ്ടില്ല, സ്വന്തമായൊരു കേന്ദ്രത്തിന് ചുറ്റും സ്വയം ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, നമ്മളെ ഭൂമി ചലിക്കുന്നത് പോലെ തന്നെ. മൂന്നാമതായി സൂര്യൻ അത് ഒരു ഗാലക്സിയിലാണല്ലോ ഉള്ളത് സൂര്യൻ. ആ ഗാലക്ടിക് സെന്റർ, ആ ഗാലക്സിയുടെ കേന്ദ്രം, ആ ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും സൂര്യൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ചലനം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 25 കോടി വർഷങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത്. എത്രത്തോളം വലുതായിരിക്കും അപ്പൊ നമ്മുടെ ഗാലക്സി നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ ഗാലക്സിയുടെ ചുറ്റും സൂര്യൻ ഒരു ചുറ്റ് പൂർത്തിയാക്കാൻ 25 കോടി വർഷങ്ങൾ എടുക്കും. ഈ ഒരു ചുറ്റു പൂർത്തിയാക്കുന്ന ആ കാലയളവിനാണ് കോസ്മിക് ഇയർ എന്ന് പറയാ, ഒരു കോസ്മിക് വർഷം എന്ന് പറയാ. അപ്പൊ മൂന്നാമത്തെ ചലനം. നാലാമത്തെ ചലനം സൂര്യൻ അതിന്റെ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രപഞ്ചം വികസിക്കുമ്പോ ഒരു ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുന്ന സമയത്ത്, ബലൂൺ ഇങ്ങനെ വികസിപ്പിക്കുന്ന സമയത്ത് അതിലെ പുള്ളിക്കുത്തുകൾ ഇങ്ങനെ പരസ്പരം അകന്നു പോകുമല്ലോ, അതേപോലെ ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു.
അകന്നുകൊണ്ടിരിക്കുന്ന ഗാലക്സി സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് സൂര്യൻ, നമ്മുടെ ഗാലക്സി ഇങ്ങനെ പോകുമ്പോൾ അതിനനുസരിച്ച് സൂര്യനും പോകുന്നുണ്ട്. മിനിമം 4 ചലനങ്ങളെങ്കിലും സൂര്യനുണ്ട്. ഖുർആൻ പറഞ്ഞതാണ് ശരി, സുജിത്ത് മനസ്സിലാക്കിയതല്ല ശരി എന്നാണ് അഭിഷേകമായി സുജിത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഒരു ചോദ്യം കൂടെയുണ്ട്. അത് ഈ മുസ്ലിം പള്ളിയുടെ വാതിക്കലൊക്കെ നിലാവ് നക്ഷത്രം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹൈന്ദവർക്ക് ഓം ഉള്ളതുപോലെയും ക്രൈസ്തവർക്ക് കുരിശുള്ളതുപോലെയും എന്തെങ്കിലും സിമ്പലാണോ എന്നാണ്. മുസ്ലിം പള്ളിയുടെ അടുത്തല്ല ഒരു നക്ഷത്ര, ഒരു ചന്ദ്രന്റെ ചിത്രം കാണാം. അതനുസരിച്ച് ഇസ്ലാമിന്റെ ചിഹ്നമാണോ ചന്ദ്രക്കല എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ നേരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയൊരു വിഷയമാണ്. മുസ്ലിങ്ങൾ പൂജിക്കുന്നത് ഒരു ചന്ദ്രദൈവത്തെയാണെന്നും ചന്ദ്രൻ മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ സിമ്പലാണ് എന്നുമല്ല നമ്മളെ തെറ്റിദ്ധാരണ. സത്യത്തിൽ ഈ തെറ്റിദ്ധാരണക്കൊന്നും ഒരു അടിത്തറയില്ല. ഇസ്ലാമിൽ ചന്ദ്രന് യാതൊരു പ്രാധാന്യമില്ല. ചന്ദ്രനുള്ള പ്രാധാന്യം മാസപ്പിറവി കാണുന്ന, മാസത്തെ തിരിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതി പ്രതിഭാസമാണ് എന്നത് മാത്രമാണ് ചന്ദ്രനുള്ള പ്രാധാന്യം. പരിശുദ്ധ ഖുർആനിൽ ചന്ദ്രനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ചന്ദ്രക്കല പിന്നെ എങ്ങനെയാ വന്നത്? ചന്ദ്രക്കല വന്നത് ഇവിടെയെല്ലാം തുർക്കി ഖിലാഫ, തുർക്കികളായിരുന്നു മക്കയും മദീനയെല്ലാം ഭരിച്ചിരുന്നത്. അപ്പോൾ തുർക്കി ഖിലാഫത്തിന്റെ ചിഹ്നം ഓരോ രാജ്യത്തിനും, ഇപ്പൊ നമ്മൾക്ക് അശോക ചക്രം ഉള്ളതുപോലെ തുർക്കികൾക്ക് അവരുടെ കൊടിയിലുള്ള ചിഹ്നമായിരുന്നു ചന്ദ്രക്കല. സ്വാഭാവികമായിട്ടും തുർക്കികളുടെ കീഴിൽ ഭരിച്ചപ്പോ തുർക്കികൾ ഉണ്ടാക്കുന്ന പള്ളികൾക്കെല്ലാം ചന്ദ്രക്കല ഇങ്ങനെ വെക്കാൻ തുടങ്ങി, അവരുടെ ചിഹ്നമായ. ആ ചിഹ്നം സ്വാഭാവികമായും ലോകത്തെ മുസ്ലിങ്ങൾ എല്ലാവരും പകർത്താൻ തുടങ്ങി എന്നതാണ്. കാരണം മക്കയിലും മദീനയിലും എല്ലാം ഇങ്ങനെ പകർത്തപ്പെട്ടപ്പോ തുർക്കികളുടെ ചിഹ്നം ഇങ്ങനെ കണ്ടപ്പോ അത് ഇങ്ങനെ ഒരു ആരാധനാ മനോഭാവത്തോടു കൂടിയല്ലാതെ എല്ലായിടത്തുള്ള മുസ്ലിങ്ങൾ അത് പകർത്താൻ തുടങ്ങി. പിന്നെ ലോകത്ത് തുർക്കികളുടെ ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായതുപോലെ ലോകത്ത് പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങളുടെ ഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും സംഘടനകളും ഉണ്ടായി. അവരെല്ലാം തുർക്കി ഖിലാഫത്തിന്റെ ഈ ചിഹ്നമായ ചന്ദ്രക്കല ഉപയോഗിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിലുള്ള ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കെല്ലാം ചന്ദ്രക്കലയുടെ തൊപ്പിയും ചന്ദ്രക്കലുള്ള കൊടിയും എല്ലാം ഉണ്ടായി വന്നത്. ഇതും ഇസ്ലാമുമായി യാതൊരു ബന്ധമല്ല. ഇസ്ലാം ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു ദർശനമല്ല. ഇസ്ലാമിന്റെ സിംബലുകളിൽ ചന്ദ്രൻ ഉൾപ്പെടുന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫർസീന. എൻ്റെ മുസ്ലിം സഹോദരിക്ക് വേണ്ടി ഞാൻ ചോദ്യം ചോദിക്കുന്നത്, ഇസ്ലാമിൽ ഖുർആനിൽ എന്തുകൊണ്ടാണ് ദൈവത്തെ അവൻ എന്ന് പരിചയപ്പെടുത്തുന്നത്? അതുപോലെ തന്നെ സ്ത്രീകളിൽ ഏർപ്പെടുത്തിയ പർദ സമ്പ്രദായം, ഇത് രണ്ടും ഇസ്ലാമിലുള്ള പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമല്ലേ എന്നാണ് ആ കൂട്ടുകാരൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് കൊടുക്കുക? 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, എങ്ങനെ അവനായത്? പടച്ചോൻ ഒരു അവളായി കൂടെ പുരുഷ മേധാവിത്വം അല്ലേ എന്നാണ്. ഇവിടെ നമ്മൾ ഭാഷയുടേതായ ചില പരിമിതികളുണ്ടാവും. ഏത് ഭാഷക്കാണെങ്കിൽ അറബി ഭാഷയിൽ പ്രോനൗൺസ് നമ്മൾ സാധാരണ പറയാമല്ലോ, ആ പ്രോനൗണുകൾ ഉപയോഗപ്പെടുത്തുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് ജീവനുള്ള വസ്തുക്കൾക്കുള്ള പ്രോനൗൺ, ഒന്ന് ജീവനില്ലാത്ത വസ്തുക്കൾക്കുള്ള പ്രോനൗൺ. നമ്മൾ അത് എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ അത് ജീവനില്ലാത്ത വസ്തുക്കളെ പ്രയോഗിക്കുന്ന പ്രോനൗണാണ്. അവൻ, അവൾ തുടങ്ങിയവ ജീവനുള്ളവയെ പ്രയോഗിക്കുന്ന പ്രോനൗണാണ്. ഇവിടെ അറബിയിൽ അവന് പകരമായി അവന് തുല്യമായ ഹീക്ക് തുല്യമായ അറബിയിലെ പ്രോനൗണാണ് ഹുവ. അതിന്റെ ഷോർട്ടാണ് ഹു. അതേപോലെ തന്നെ അവൾ എന്നുള്ളതിന് പകരമുള്ളതാണ്, ഷീക്ക് പകരമുള്ളതാണ് അറബിയിൽ ഹിയ. അതിന്റെ ഷോർട്ടാണ് ഹാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയിൽ അവൻ എന്നതിനും നപുംസക ലിംഗത്തിനും ഉപയോഗിക്കുക ഹുവ എന്ന് തന്നെയാണ്. ഹിയ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് മാത്രമേ അറബി ഭാഷയിൽ ഉപയോഗിക്കൂ. അള്ളാഹുവിന് ലിംഗഭേദമില്ല എന്നതും പ്രപഞ്ചത്തിലെ യാതൊന്നുമായും അള്ളാഹുവെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നതും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ആദർശമാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ഷൈഅൻ. അവനുമായി ഒന്നിനെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല,
അവന് തത്തുല്യമായി യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ പടച്ചവന് ലിംഗഭേദമില്ല. പിന്നെ പടച്ചവന് പരിചയപ്പെടുത്താൻ ലിംഗഭേദമില്ലാത്ത പടച്ചവനെ ഉപയോഗിക്കുമ്പോൾ അവൻ എന്നർത്ഥമുള്ള ഹുവ ഹു എന്നേ പറയാൻ കഴിയൂ. എന്തുകൊണ്ടെന്നാൽ ഹിയ ഹ എന്ന് പ്രയോഗിച്ചിരുന്നെങ്കിൽ പടച്ചവൻ ഒരു പെൺദൈവമാണ് എന്നാണ് വന്നു ചേരുക. അത് തെറ്റായ വീക്ഷണമാണ് ഭാഷാപരമായി ഉണ്ടാക്കുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം തന്നെയാണ് ശരി. അവിടെ പുരുഷ മേധാവിത്വമില്ല. രണ്ടാമത്തെ പ്രശ്നം പരത പുരുഷ മേധാവിത്വം അല്ലേ. എന്താണ് ഈ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞാൽ? ആണിന് കൂടുതൽ ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാകുക എന്നാണ് പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞാൽ അർത്ഥം ആണല്ലോ. ഏത് സ്ഥലത്താണെങ്കിലും ഇപ്പൊ വീട്ടില് പുരുഷ മേധാവിത്വമാണുള്ളത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആൺ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ ആസ്വദിക്കുന്നു, പെണ്ണിനെ അതിനെ അടിമപ്പെടുത്തുന്നു. വസ്ത്രത്തിന്റെ കാര്യത്തിൽ പെണ്ണ് പർദ്ദയിടുന്നത് കൊണ്ട് ആണോ പുരുഷന് ആസ്വാദനം ഉണ്ടാവുക? അതല്ല പർദ്ദയിടാത്തത് കൊണ്ടാണോ പുരുഷന് ആസ്വാദനം ഉണ്ടാവുക? പുരുഷനുണ്ടാക്കിയ നിയമമാണ് പെണ്ണിനെ അടിമപ്പെടുത്താൻ എന്നാണ്. പുരോഹിതന്മാരുണ്ടാക്കിയ നിയമമാണ് പെണ്ണിനെ അടിമപ്പെടുത്താൻ. എന്തിന്? പെണ്ണിനെ നായിട്ടാണ് മൂടുക. അങ്ങനെ മൂടുന്നത് പുരോഹിതന് കൂടാണോ? അല്ലേ. പുരുഷന്മാർ, സ്ത്രീകൾ ആലോചിക്കണം. ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ ഇതുമൂലം ആണുങ്ങൾ എന്നുള്ള നിലക്ക് ആണുങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും നമുക്കറിയാലോ. നമ്മുടെ പരിമിതികളും പരിധികളും എല്ലാം അറിയാം. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ അടക്കം ആലോചിക്കട്ടെ. യഥാർത്ഥത്തിൽ സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കുന്നതാണോ മറക്കാതിരിക്കുന്നതാണോ പുരുഷന് ഭൗതികമായി മാത്രം നോക്കിയാൽ ഗുണകരവും തൃപ്തികരവും ഇഷ്ടവുമല്ല? പച്ചയായ ഉത്തരം മറക്കാതിരിക്കൽ എന്ന് തന്നെയാണ്. സൗന്ദര്യം പുറത്തു കാണിക്കൽ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പുറത്തു കാണിക്കുന്നിടത്ത് എല്ലാ ഒളിച്ചുനോട്ടം മുതൽക്ക് പരസ്യ കമ്പനികൾ വരെയും വലിയ ടിക്കറ്റുകൾ എടുത്ത് കാണാൻ പോകുന്നതുമല്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ സത്യത്തിൽ പെണ്ണിന്റെ ശരീരം ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ എന്ന് കൽപ്പിച്ചതാണ് ഇസ്ലാം ചെയ്ത തെറ്റ്. യഥാർത്ഥത്തിൽ പുരുഷ മേധാവിത്വം തിരിച്ചാണ്. നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ലോകത്ത് വസ്ത്രത്തിനെ കുറിച്ചുള്ള ചില നിയമങ്ങളുണ്ട് പല സ്ഥലങ്ങളിൽ. ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ കയറുകയാണ്. ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസും ഉണ്ട്, എയർ സ്റ്റുവാർഡ്സും ഉണ്ട്. എയർ ഹോസ്റ്റസിന്റെ വസ്ത്രമുണ്ട്, എയർ സ്റ്റുവാർഡ്സിന്റെ വസ്ത്രമുണ്ട്. എയർ ഹോസ്റ്റസിന്റെ വസ്ത്രം എന്താണ്? പരമാവധി പുരുഷനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ. സ്റ്റുവാർഡ്സിൻ്റെതോ ആണുങ്ങളതോ? ആണുങ്ങൾ ഡ്രസ് ഇസ്ലാമിലെ പർദ്ദ വേണമെങ്കിൽ ഒരു തൊപ്പി കൂടി ഇട്ടാൽ മതി, വേറെല്ലാം ഏകദേശം കറക്റ്റായി. ഫുൾ കൈ, പിന്നെ വളരെ കറക്റ്റ് പാന്റ്, അതോടൊപ്പം തന്നെ ഒരു ടൈയും കൂടി കെട്ടിയാൽ വളരെ കൃത്യം അല്ലേ? പെണ്ണിൻ്റെതോ? എന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ക്ലിയറാണ്. കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താനാണ്. കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ ഈ വസ്ത്രം വേണമെന്ന് തീരുമാനിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കമ്പനിയുടെ മുതലാളിമാർ എന്നാണ്. ആ കമ്പനിയുടെ മുതലാളിമാർ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ആണുങ്ങൾ എന്നാണ്. അപ്പോൾ ആണുങ്ങളായ കസ്റ്റമേഴ്സിനെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ച വസ്ത്രമുടുത്ത് ആണുങ്ങളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ആകുന്ന ഒരു സ്ത്രീ ആകണമോ? അതല്ല നമ്മുടെ സൗന്ദര്യം മറച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു പെണ്ണാണോ യഥാർത്ഥത്തിൽ വിമോചിത? എന്റെ ശരീരം പുരുഷന്മാരെ നിങ്ങൾക്കെല്ലാം ആസ്വദിക്കുവാനുള്ളതാണ് എന്ന് തുറന്നിടുന്ന ഒരു പെണ്ണാണോ? എന്റെ ശരീരം, ഈ ശരീരം ആസ്വദിക്കുന്നത് വഴി എനിക്കുണ്ടാകുന്ന ജീവശാസ്ത്രപരമായ പ്രശ്നങ്ങളിലെല്ലാം താങ്ങും തണലുമായി നിൽക്കും എന്ന് നാലാളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത ഒരാളുടെ മുന്നിൽ മാത്രം തുറന്നിടൂ ഞാൻ എന്ന് തീരുമാനിക്കുന്ന പെണ്ണാണോ? ആരാണ് വിമോചിത? ആരാ വിമോചിത? 4 കാശ് കിട്ടിയാൽ
4 പണം കിട്ടിയാൽ ഏത് പുരുഷ മേധാവിയും പറയുന്ന വസ്ത്രമുടുത്ത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ആണുങ്ങളുടെ കണ്ണിന്, ആണുങ്ങളുടെ മനസ്സിന്, ആണുങ്ങളുടെ ചർവിത ചർവണത്തിന് ഉപയോഗിക്കുവാൻ ഞാൻ സന്നദ്ധയാണ് എന്ന് തീരുമാനിക്കുന്ന പെണ്ണാണോ? എത്ര പണം കിട്ടിയാലും ഞാൻ എന്റെ സൗന്ദര്യം അത് അർഹതപ്പെട്ടവരുടെ മുന്നിലെ പ്രദർശിപ്പിക്കൂ എന്ന് തീരുമാനിക്കുന്ന പെണ്ണാണോ? ആരാണ് വിമോചിത? ഇവിടെയാണ് വിമോചനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിത്രങ്ങൾ തന്നെ പതിക്കൂട്ടിലേക്ക് കയറുന്നത്. വിമോചനത്തെക്കുറിച്ച് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞ അതേ മീഡിയയാണ്. അതിന് മീഡിയക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താ? ഈ പെണ്ണിനെ ഇങ്ങനെയാക്കി തീർത്താലേ അവിടെ മാർക്കറ്റിംഗ് സാധിക്കൂ. എന്താ ഇന്ത്യയിൽ കുറെ കാലമായി സൗന്ദര്യ ലോക സുന്ദരിമാരുടെ ഒരു പരേഡാണല്ലോ. എന്താ കാര്യം അല്ലെ? എല്ലാ കൊല്ലവും 2 കൊല്ലത്തിലൊരിക്കൽ ഇന്ത്യയിലെ ലോക സുന്ദരി. എന്താ കാര്യം? എന്താ കാര്യം? ലോക സുന്ദരിമാരെ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കുമ്പോ ആ സുന്ദരിമാരെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ശരീരം ഉപയോഗിച്ച് എന്നാണ് ഞാൻ പറയുക. ആ ശരീരം കാണിച്ച് ഇന്ത്യക്കാരി പെണ്ണിന് ലെക്സ് ഉപയോഗിക്കാനും ലിപ്സ്റ്റിക് ഇടാനും ശരീരത്തിൽ എന്തൊക്കെ ചെയ്യാനും എല്ലാം നമുക്കെല്ലാം സുസ്മിതാ സെൻ ആകാം, നമുക്കെല്ലാം ഐശ്വര്യ റായി ആകാം. എങ്ങനെ? ലെക്സ് സോപ്പ് ഉപയോഗിച്ചാൽ മതി അല്ലെ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോപ്പ്. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനു വേണ്ടി പെണ്ണിന്റെ സൗന്ദര്യം ഉപയോഗപ്പെടുത്തലാണോ മോചനം? അതല്ല. എന്റെ ശരീരം കച്ചവടത്തിനുള്ളതല്ല എന്തൊരു പെണ്ണ് തീരുമാനിക്കുമെങ്കിൽ അതാണോ മോചനം? ഈ ചോദ്യം ചോദിച്ച സഹോദരി ചിന്തിക്കട്ടെ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി. യഥാർത്ഥത്തിൽ പെണ്ണിന്റെ ശരീരം എന്നാൽ അവളുടെ വലിയൊരു സമ്പത്താണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവൾക്ക് പടച്ചവൻ നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ജീവശാസ്ത്രപരമായി ഈ അനുഗ്രഹത്തിന് പിന്നിലുള്ള ലക്ഷ്യം തീർച്ചയായും ഇണ സംസർഗം തന്നെയാണ്. പെണ്ണ് പുരുഷനെ ആകർഷിക്കണം. മനുഷ്യനിലെ നിയമം അതാണ്. പെണ്ണിന്റെ ശരീരം കാണുമ്പോൾ പുരുഷന്റെ കണ്ണിലെ റെറ്റിനയിൽ പതിക്കുന്ന പെണ്ണിന്റെ ശരീരത്തിന്റെ ചിത്രം തലച്ചോറിലേക്ക് പോയി തലച്ചോറിലെ പിറ്റ്യൂറ്ററിയിലെത്തി പിറ്റ്യൂറ്ററി ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ശരീരത്തിലെ ലൈംഗികാവയവങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വരും. എന്തിനാ ഇത് പ്രകൃതിയുടെ ഒരു സ്വാഭാവികതയാണ്. പടച്ചവൻ മനുഷ്യന് നിശ്ചയിച്ചൊരു സ്വാഭാവികതയാണ്. അത് നടന്നാൽ ഒരു പെണ്ണിന്റെ സൗന്ദര്യം മറ്റൊരാൾ ആസ്വദിച്ച് അയാളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അങ്ങനെ ശരീരം ലൈംഗിക വീഴ്ചക്ക് സന്നദ്ധമായി കഴിഞ്ഞാൽ അവിടെ ശരിയായ ജീവശാസ്ത്രപരമായ ഉത്തരം ആ ശാരീരിക വീഴ്ചക്ക് അയാൾക്ക് കഴിയണം എന്നാണ്. ജീവശാസ്ത്രപരമായാണ് ഞാൻ പറയുന്നത്. ഒരു മയിൽ പുരുഷമയിൽ ആടിയിട്ട് പെൺമയിൽ ആകർഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അതിലെ ജീവശാസ്ത്രപരമായ ഉത്തരം പിന്നെ അവർ തമ്മിൽ ശാരീരിക ബന്ധപ്പെടണം എന്നതാണ്. ഇതേപോലെയുള്ള ജീവശാസ്ത്രപരമായ ഉത്തരം ഇതാണ്. ആ ഉത്തരത്തിന് പറ്റാത്ത രൂപത്തിൽ സാമൂഹ്യ സംവിധാനത്തെ മുഴുവനും ഒരുക്കുകയും അപകടകരമായ സമൂഹത്തിലെ ലൈംഗികമായ ഒരു തരത്തിലുള്ള തൃഷ്ണ വളർത്തുകയും അതിനടിച്ചേൽപ്പിക്കുകയും അടിച്ചമർത്തുകയും ചെയ്ത് ലൈംഗികതയെ കച്ചവടവൽക്കരിച്ച് പുതിയ മെഡിസിനുകളും അതിന് ഉത്തേജക വസ്തുക്കളും വിപണിയിലെത്തിച്ച് അങ്ങനെ പണമുണ്ടാക്കുക എന്ന മുതലാളിത്തത്തിന്റെ മാർഗമായി, അതിനുള്ള നിമിത്തമായി, അതിനുള്ള ടൂൾസായി മാറുകയാണ് ശരീര സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന സ്ത്രീ. ഇസ്ലാം പറയും പാടില്ല പെണ്ണെ. എന്തുകൊണ്ടെന്നാൽ ഇത് പടച്ചവൻ നിനക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. നിന്റെ ഇണക്ക് മുന്നിൽ സമർപ്പിക്കുവാനുള്ള അനുഗ്രഹം, നിന്നെ സംരക്ഷിക്കുന്നവന് മുന്നിൽ സമർപ്പിക്കുവാനുള്ള അനുഗ്രഹം. അതുകൊണ്ട് അവന് മുന്നിൽ നീ തുറന്നോളൂ, പുറത്ത് തുറന്നുകൂടാ എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് വിമോചനം എന്ന വസ്തുത തിരിച്ചറിയപ്പെടാതിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ ഈ രംഗത്തുള്ള മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രമം കൊണ്ടാണ് എന്ന് മാത്രമാണ് ആ രംഗത്ത് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നവാസ് എന്നാണ്.
ജനസംഖ്യാ വർധനവ് ബാധ്യതയായി കാണുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടി ഭ്രൂണഹത്യ പോലുള്ള കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കപ്പെടുമ്പോൾ ഇസ്ലാം എന്ത് നയമാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്? സഹോദരൻ്റെ ചോദ്യം ജനസംഖ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രത്യേകിച്ച് നമ്മുടെ മലയാള മണ്ണിൽ വിമൻസ് കോഡെല്ലാം ചർച്ച ചെയ്യപ്പെടുകയും ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട ശക്തമായ പരാമർശങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ ആ രംഗത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ജനസംഖ്യ വർധനവ് ലോകത്തെ എല്ലാ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരുമെന്നുള്ള വികല വാദങ്ങളും ചിന്തകളും മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് മാൽത്തൂസിന്റെ അല്ലെങ്കിൽ മാൽത്തൂസിയൻ ചിന്തകളിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ അതിവിടെ പട്ടിണിയും പരിവട്ടവും ഉണ്ടാക്കുമെന്നും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആയുർദൈർഘ്യം കുറയുമെന്നും അതോടൊപ്പം തന്നെ ആയുസ് കുറയുമെന്നും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ള ഒരുപാട് ധാരണകളും ഒരുപാട് ഭയപ്പാടുകളുമാണ് പലപ്പോഴും ഇത്തരത്തിലെ ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ആ രംഗത്ത് നൽകുന്ന ഉപദേശവും നിർദ്ദേശവും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഉപദേശവും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ പ്രസവിക്കുകയും ചെയ്യുന്നവളെ വിവാഹം കഴിക്കണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ജനസംഖ്യ വർധനവ് ഒരർത്ഥത്തിലും മാനവരാശിക്ക് പ്രശ്നമായി തീരില്ല എന്നും മറിച്ചത് മാനവരാശിയുടെ പുരോഗതിക്ക് നിമിത്തമാവുകയാണ് ഉണ്ടാകുക അല്ലെങ്കിൽ ഉണ്ടായിത്തീരുക എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പലപ്പോഴും മലയാള മണ്ണിൽ ജനങ്ങൾ വളർന്നാൽ അല്ലെങ്കിൽ ലോകത്ത് ജനസംഖ്യ പെരുപ്പമുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പട്ടിണിയും പരിവട്ടവും ഉണ്ടാകുമെന്നത് കേവലമായ വികലവാദം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ വളരെ ശ്രദ്ധേയമായ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളുടെ പൊന്നോമന മക്കളെ നിങ്ങൾ അറുകൊല ചെയ്യരുത് ദാരിദ്ര്യ ഭയത്താൽ. നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നവൻ നാമാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ കൊല കൊടിയ അക്രമമാണ്, അരുത് എന്ന് കർക്കശമായ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ തടയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പലപ്പോഴും ജനസംഖ്യ വർധനവിന് കൂച്ചുവിലങ്ങിടുവാൻ വേണ്ടി ഭ്രൂണഹത്യയെ പ്രൊമോട്ട് ചെയ്യുകയും ഭ്രൂണഹത്യക്കുള്ള ശക്തമായ ചുറ്റുപാടുകൾ ഒരുക്കുകയും അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഇവിടെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒരുക്കണമെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ മലയാള മണ്ണിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ചില ബുദ്ധിജീവികൾ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലോക ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ മാൽത്തൂസിന്റെ ജനസംഖ്യാ വർധനവ് ലോകത്തിന് പ്രശ്നമാണ് എന്ന ചിന്തകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം ഈ ആശയം ലോകത്തിന് മുന്നിൽ ചർച്ച ചെയ്യുമ്പോൾ അന്ന് ലോക ജനസംഖ്യ 90 കോടിയായിരുന്നു, കേവലം 90 കോടി ജനസംഖ്യ. ഇപ്പോ 2011 എത്തി നിൽക്കുമ്പോൾ ലോക ജനസംഖ്യ 700 കോടിയും കവിഞ്ഞിരിക്കുകയാണ്. ഈ നീണ്ട കാലഘട്ടത്തിൽ 90 കോടിയിൽ നിന്ന് ലോക ജനസംഖ്യ 700 കോടിയിൽ എത്തി നിൽക്കുമ്പോൾ ലോകത്ത് ക്ഷേമമാണോ കൂടുതൽ അതല്ല ക്ഷാമമാണോ കൂടുതൽ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു പച്ചയായ സത്യമാണ്. ഒന്ന്. രണ്ടാമത്, ജനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇവിടെ പട്ടിണിയും പരിവട്ടവും ഉണ്ടാകുമെന്നുള്ള വികലവാദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ 1950കളിൽ ലോകത്ത് 252 കോടി ജനസംഖ്യയാണ് ഉണ്ടായിരുന്നത്. അന്ന് ലോകത്തെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം അതേ 62.4 കോടി ടണ്ണായിരുന്നു. അതേസമയം 1990 എത്തിയപ്പോ ലോക ജനസംഖ്യ ഇരട്ടിയായി 540 കോടിയായി ഉയർന്നു. ഈ സമയത്ത് ലോകത്തെ ഭക്ഷ്യധാന്യ വിഭവങ്ങളുടെ ഉൽപാദനം 180 കോടി ടണ്ണായി ഉയർന്നു എന്നതാണ് പച്ചയായ സത്യം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജനസംഖ്യ വർധനവ് ഉണ്ടാകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ 950 ജനസംഖ്യയിൽ നിന്നും 990 ജനസംഖ്യ ഇരട്ടിയായപ്പോ അതിന്റെ 3 ഇരട്ടി വളർച്ചയും 3 ഇരട്ടി പുരോഗതിയുമാണ് ഭക്ഷ്യധാന്യ വിഭവങ്ങളുടെ ഉൽപാദന രംഗത്ത് ഉണ്ടായത് എന്നത് ലോക ചരിത്രം നൽകുന്ന പച്ചയായ വസ്തുതകളായി നമ്മൾ
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി 1920-കളിൽ അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശരാശരി ഇന്ത്യൻ പൗരന്റെ ആയുർദൈർഘ്യത്തിന്റെ കണക്ക് 22 അല്ലെങ്കിൽ 24 വയസ്സാണ്. എന്നാൽ 2001 ഇന്ത്യയുടെ ജനസംഖ്യ 100 കോടി കവിഞ്ഞപ്പോ ഇന്ന് ശരാശരി 2011 ഒരു മനുഷ്യന്റെ ഇന്ത്യൻ പൗരന്റെ ശരാശരി ആയുർദൈർഘ്യം 64 വയസ്സായി കൂടുകയും ഉയരുകയുമാണ് ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ ലോക ജനസംഖ്യ വർധനവ് അല്ലെങ്കിൽ ജനസംഖ്യ വർധനവിനനുസരിച്ച് യഥാർത്ഥത്തിൽ പട്ടിണിയും പരിവട്ടവും അല്ല ഉണ്ടാകുന്നത്, മറിച്ച് അതിനനുസരിച്ചുള്ള ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനം നടക്കുകയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളർച്ചയുണ്ടാകുകയും ഈ ജനിക്കുന്ന ആളുകളുടെ പഠനങ്ങളും ചിന്തകളും കൂട്ടായ ശ്രമങ്ങളും ആ രംഗത്തെ എല്ലാ അർത്ഥത്തിലുള്ള സ്ഫോടനാത്മകമായ പുരോഗതിക്കും വളർച്ചയ്ക്കും നിമിത്തമായി തീരുകയാണ് ഉണ്ടാവുക എന്നതാണ് സത്യം. എന്നാൽ പലപ്പോഴും ലോകത്തെ ചില സോമാലിയ അല്ലെങ്കിൽ ലോകത്തെ വ്യത്യസ്ത രാഷ്ട്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടങ്ങളെല്ലാം പട്ടിണിയും പരിവട്ടവും എല്ലാം ഉണ്ടാകുന്ന അവിടെയുള്ള ജനസംഖ്യ വർധനവാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വം, ലോക മുതലാളിത്ത കുത്തകകൾ, സാമ്പത്തികമായ പൂർണ്ണമായ ആധിപത്യം ലോകത്ത് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള അവരുടെ ആസൂത്രിതമായ ശ്രമമായി നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ലോകത്തെ തങ്ങളുടെ കരങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എന്നും സാമ്രാജ്യത്വ ശക്തികളുടെ അടവും നയങ്ങളും തന്ത്രങ്ങളുമാണ് ജനസംഖ്യ വർധനവിനനുസരിച്ച് ലോകത്ത് പ്രശ്നങ്ങളും ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന്. ഫസ്റ്റ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് ലോക ജനസംഖ്യ വികസിത രാഷ്ട്രങ്ങളിൽ കൂടുതലായി എങ്കിൽ സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് വികസിത രാജ്യങ്ങളിലെ ജനസംഖ്യ പറ്റേ അടിയിലേക്ക് പോയപ്പോ വികസ്വര രാഷ്ട്രങ്ങളിൽ ഇന്ത്യയെ പോലുള്ള അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രങ്ങളെല്ലാം ജനസംഖ്യാ രംഗത്ത് വളരുകയും ഉയരുകയും ചെയ്യുമ്പോൾ ഈ വളർച്ചയും ഉയർച്ചയും തങ്ങളുടെ അടിത്തറയെ വേരോടെ പിഴുതെറിഞ്ഞ് കളയുമോ എന്നുള്ള ഭയപ്പാടും ഇത്തരത്തിലുള്ള വളർച്ചയും ആ വളർച്ചയനുസരിച്ചുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടെത്തലുകളും പഠനങ്ങളും ശക്തമായ സ്ഫോടനാത്മകമായ പുരോഗതിയും തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന ഭയപ്പാടാണ് സാമ്രാജ്യത്വ കുത്തകകളെ ജനസംഖ്യാ വർധനവ് പ്രശ്നമാണ്, ഒരു ഭീതിയാണ് എന്ന ഭീതി സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള അടിസ്ഥാന ഘടകമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ ജനസംഖ്യ വർധനവല്ല ഇവിടെയുള്ള പട്ടിണിക്കും പരിവട്ടത്തിനും കാരണം, സാമ്പത്തിക രംഗത്തെ മാന്യത്തിനും കാരണം, മറിച്ച് മനുഷ്യരുടെ സാമ്പത്തിക രംഗത്തെ വികലവും വികൃതവുമായ നടപടിക്രമങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ട ഊഹക്കച്ചവടവും അതോടൊപ്പം തന്നെ പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക നടപടിക്രമങ്ങളാണ് ലോകം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക രംഗത്തെ മുഖ്യ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, പലപ്പോഴും ഇന്ന് ലോകത്ത് കേവലം 12% മാത്രം വരുന്ന യൂറോപ്യന്മാർ ലോകത്തെ ഭക്ഷ്യവിഭവങ്ങളുടെ 60% ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും അതിൽ 20% പൊങ്ങച്ചത്തിന് വേണ്ടി ചപ്പുചവറുകളുടെ കൊട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുമ്പോൾ ആ 20% ഉണ്ടെങ്കിൽ അത് ക്രിയാത്മകമായ ആസൂത്രണ നടപടിക്രമങ്ങളിലൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ലോകത്തെ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റിയെടുക്കാൻ കഴിയുമെന്നതാണ് പരമയാഥാർത്ഥ്യം. മാത്രമല്ല, ഓരോ വർഷവും നേരത്തെ ഇവിടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ ഭാഗമായി പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കോടികളുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷം 24,000 25,000 കോടി ഡോളറുകളാണ് പരസ്യത്തിന് വേണ്ടി കുത്തക കച്ചവട അധിപന്മാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 24,000 അല്ലെങ്കിൽ 25,000 കോടി ഡോളർ ഉണ്ടെങ്കിൽ ആ പണം കൊണ്ട് ആഫ്രിക്ക പോലുള്ള സോമാലിയ പോലുള്ള പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറ്റാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും മാത്രമല്ല അവിടങ്ങളിലെ കോടിക്കണക്കിന് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വരെ ഈ പണം ഉപയോഗപ്പെടുത്താനും കഴിയും, മാറ്റങ്ങൾക്ക് കാരണമാകാനും അത് നിമിത്തമാകും. മാത്രമല്ല, ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് കടം കൊടുക്കുകയും അതിന്റെ ഇരട്ടി 5ഉം 10ഉം ഇരട്ടി പലിശ വാങ്ങുകയും നിരന്തരമായി പലിശ പണവും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അധീശത്വം അവരുടെ മേൽ കൂച്ചുവിലങ്ങിടുവാനുള്ള കൃത്യമായ സാമ്രാജ്യത്വ തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏറെക്കുറെ ഈ അടുത്ത കാലത്ത് വികസിത രാജ്യങ്ങൾക്ക് ദരിദ്ര രാഷ്ട്രങ്ങളിൽ നിന്ന് തിരിച്ചു കിട്ടേണ്ട കടം സാമ്പത്തിക കടത്തിന്റെ ഇനത്തിൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടേണ്ടത് 20,000 കോടിയോളമാണ്. എന്നാൽ ആകെ ഈ അടുത്ത ഒരു വർഷത്തിൽ തിരിച്ചു കിട്ടിയത് ആകെ 5,000 കോടി മാത്രമാണ്. ബാക്കി ഒരുപാട് കോടി ബാക്കി കിടക്കുകയാണ്. ഇങ്ങനെ എന്നും ദരിദ്ര രാഷ്ട്രങ്ങളെ കടക്കണിയിൽ കൂച്ചുവിലങ്ങിട്ട് തങ്ങളുടെ സാമ്പത്തിക അധീശത്വം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് തങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗപ്പെടുത്തി എന്നും ലോക നായകന്മാരായി, എന്നും ലോകത്തെ മുടിചൂടാൻ മന്നന്മാരായി, എന്നും ലോകത്തെ അധിപന്മാരായി ജീവിക്കണമെന്നുള്ള അഹങ്കാരവും ആസൂത്രിതമായ തന്ത്രങ്ങളുമാണ് സാമ്രാജ്യത്വ
കുത്തകകളുടെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ആ മസ്തിഷ്കത്തിൽ നിന്നാണ് ജനസംഖ്യാ വർധനവ് പ്രശ്നമാണ്, അത് പട്ടിണിയാണ്, ആയുർദൈർഘ്യം കുറയ്ക്കും, തൊഴിലില്ലായ്മ ഉണ്ടാക്കും എന്നുള്ള ഭീതിതമായ തന്ത്രകുതന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ പറയുന്ന ജനങ്ങൾ പെരുകുന്നതിന് കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയാണ് ഇത് മലയാള മണ്ണിലടക്കം ജനസംഖ്യാ നിയന്ത്രണം വേണം, സർക്കാർ ഹോസ്പിറ്റലുകളുടെ വാതിലുകൾ തുറക്കുക, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ വാതിലുകൾ തുറക്കുക, എപ്പോൾ വേണമെങ്കിലും ഗർഭചിത്രത്തിനുള്ള സൗകര്യങ്ങളും ചുറ്റുപാടുകൾക്കും നിയമസാധുത വേണം എന്ന് വരെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ട അതേ MTP ആക്ട് പ്രകാരം ഒന്നുകിൽ സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാവുകയോ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടെ മാതാവ് മരണപ്പെടുകയോ ചെയ്യുന്ന ഒരു വല്ലാത്ത അവസ്ഥയിൽ മാത്രമേ ഗർഭചിത്രത്തിന് നിയമസാധുതയുള്ളൂ ഇന്ത്യ മഹാരാജ്യത്തിൽ. അതൊന്നും മാറി ഓരോ ചാണിന് ചാണായി എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും ഗർഭചിത്രത്തിനുള്ള സൗകര്യം കൂടെ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭ്രൂണഹത്യയും ഗർഭചിത്രവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറെക്കുറെ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് സിക്താണ്ഡമായി മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച 7ാമത്തെ ദിവസം മുതൽ അത് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിച്ച് വളർന്നു തുടങ്ങുകയായി. 10ാമത്തെ ദിവസം പ്രായമാകുമ്പോൾ ഈ കുഞ്ഞ് തന്റെ ശരീരത്തിൽ ഒരു ഹോർമോൺ സന്ദേശം അയച്ച് മാതാവിന്റെ ശരീരത്തിലേക്ക് ഈ സന്ദേശം ലഭിക്കുക വഴി അവരുടെ ആർത്തവ ചക്രം നിലക്കുകയും അവരുടെ മാറിടം അമ്മിഞ്ഞ നൽകാൻ പാകപ്പെടുകയും അവരുടെ ഇടുപ്പല്ലുകൾ പ്രസവത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ വരെ ഉണ്ടാകുന്നു. ഏറെക്കുറെ ചില ആഴ്ചകൾ പിന്നിടുന്നോടുന്നോടും എത്രത്തോളം എന്നാൽ ഒരു മുട്ടുസൂചി ഈ ഗർഭസ്ഥ ശിശുവിന്റെ കയ്യിൽ കുത്തിയാൽ വേദന കൊണ്ട് കുട്ടി കൈ പുറകോട്ട് വലിക്കുമെന്നും വായ തുറക്കുമെന്ന് അടക്കമുള്ള പഠനങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ DNC എന്ന ഓമന പേരിലും DNE എന്നുള്ള ഓമന പേരിലും കൂടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ജീവന്റെ തുടിപ്പുള്ള ഈ മനുഷ്യ കുഞ്ഞിനെ ചോര പൈതലിനെ മൂർച്ചയുള്ള കത്തികൾ അകത്തേക്ക് കയറ്റി വെച്ച് കൈയും തലയും കണ്ണും തുടങ്ങി കഷ്ണം കഷ്ണമാക്കി നുറുക്കി മാന്തിയെടുക്കുന്ന രീതിക്കാണ് ഈ DNC എന്നും DNE എന്നും നമ്മൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. നിങ്ങളുടെ പൊന്നുമക്കളെ നിങ്ങൾ അറുകൊല ചെയ്യരുത്, പട്ടിണി ഭയന്നുകൊണ്ട്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്. നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുമെന്ന് നാം ആയിരിക്കെ നിങ്ങൾ ചെയ്യുന്ന ഈ കൊല മഹാപരാധമാണ്, അതിക്രമമാണെന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ജനസംഖ്യ വർധനവല്ല ഇവിടെ ലോകം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണം, പട്ടിണിക്കും ദാരിദ്ര്യത്തിനും കാരണം, തൊഴിലില്ലായ്മക്ക് കാരണം, മറിച്ച് മനുഷ്യന്റെ ആ രംഗത്തുള്ള വികലവും വികൃതവുമായ നടപടിക്രമങ്ങളാണ്. സാമ്പത്തിക രംഗത്ത് വികലമായ നടപടിക്രമങ്ങളാണ്, സാമ്രാജ്യത്വ കുത്തകകളുടെ തന്ത്രങ്ങളാണ്, അവരുടെ ഭയപ്പെടുത്തലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അതെ, നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ പ്രസവിക്കുകയും ചെയ്യുന്നവളെ വിവാഹം കഴിക്കുക എന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശത്തിന്റെ ആത്മാവ് തൊട്ടറിയുകയും പടച്ചറബ് തന്ന ജീവനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അല്ല തന്ന മസ്തിഷ്കവും അല്ല തന്ന കൈകളും അല്ല തന്ന ആരോഗ്യവും അല്ല തന്ന സമയവും ഉപയോഗിച്ച് സൃഷ്ടിപരമായ സമൂഹത്തിൽ ഇടപെട്ട് ഇവിടെ പടച്ചറബ് നമുക്കായി ഒരുക്കി തന്ന വിഭവങ്ങളെ സൃഷ്ടിപരമായി ഉപയോഗിക്കുകയും അതിനനുസരിച്ചുള്ള പുരോഗതിയുടെ തലങ്ങളിലേക്ക് വളരുകയും ഉയരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മുടെ സുഖത്തിനും നമ്മുടെ സുഖലോലുപതക്കും നമുക്ക് അടിച്ചു പൊളിക്കുവാനും വേണ്ടി ചോര പൈതലുകളെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് അറുകൊല ചെയ്യുക എന്ന അതിക്രമവും തോന്നിവാസവും അരുത് എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഇവിടെ വിശുദ്ധ ഖുർആന്റെ സമീപനം തന്നെയാണ് മാനവികം, മറ്റത് മാനവ വിരുദ്ധമാണ്. അതൊരു സാമ്രാജ്യത്വ തന്ത്രമായി കുതന്ത്രമായി അതിനെ തിരിച്ചറിയുക, നമ്മുടെ പൊന്നുമക്കളെ ജീവിക്കാൻ അനുവദിക്കണം എന്നതാണ് ഈ രംഗത്ത് ഇത്തരം വികൃത ചിന്തകൾ, സാമ്രാജ്യത്വ കുത്തകകൾ പറഞ്ഞുവിട്ട പ്രചരിപ്പിക്കപ്പെടുന്ന ഈ ആശയങ്ങളെ തോന്നിയതുപോലെ വിഴുങ്ങുകയും എന്നിട്ട് മലയാള ഭാഷയിൽ മലയാള മണ്ണിൽ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നവരുടെ ആ രംഗത്തുള്ള ലക്ഷ്യവും വസ്തുതയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. ജനസംഖ്യ ഒരു കത്തുന്ന പ്രശ്നമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സപ്ലിമെന്റ്. യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രിയും നിർബന്ധിതമായൊന്നും നടപ്പാക്കാൻ പോണില്ല, എന്നാൽ ബോധവൽക്കരണത്തിലൂടെ ജനസംഖ്യാ നിയന്ത്രണത്തിന് ശ്രമിക്കണം എന്നാണ് നമ്മുടെ വീക്ഷണം എന്നെല്ലാം പറയുകയുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷം.
വളരെ അപകടകരമായ സ്ഥിതിവിശേഷം. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം കടന്നു വരുന്ന ഒരു വീക്ഷണം തന്നെ മനുഷ്യൻ ഒരു ഉപഭോഗി മാത്രമാണ് എന്ന വീക്ഷണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതേ ഗവൺമെന്റ് കോഴികളെ പരമാവധി പ്രത്യുൽപാദനത്തിന്, ആടുകളെ പരമാവധി പ്രത്യുൽപാദനത്തിന്, പോത്തുകളെ അതേപോലെ തന്നെ എരുമകളെ, പശുക്കളെ എല്ലാം തന്നെ കൂടുതൽ പ്രത്യുൽപാദനത്തിന്, അതിനുള്ള മാർഗം എന്ത് എന്ന് അന്വേഷിക്കുന്നു. മനുഷ്യനോ പരമാവധി കുറക്കാൻ. അപ്പൊ മനുഷ്യന് ഇവിടെ ഒരു പ്രോഡക്ടിവിറ്റി ഇല്ലേ? മനുഷ്യന് ഈ എക്കോസിസ്റ്റത്തിൽ ഒരു പ്രോഡക്ടിവിറ്റിയും ഇല്ലേ? ആലോചിച്ച് നോക്കുക. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ഒരുപാട് പുരോഗമിച്ചു. അതുകൊണ്ട് തന്നെ ശരാശരി ആയുർദൈർഘ്യം വർദ്ധിച്ചു. ഈ ആയുർദൈർഘ്യം വർദ്ധിക്കുമ്പോൾ വൃദ്ധന്മാരുടെ എണ്ണം വർദ്ധിക്കും സ്വാഭാവികമായും. വൃദ്ധന്മാരുടെ എണ്ണം എപ്പോഴും സമൂഹത്തിൽ യുവാക്കളുടെ എണ്ണത്തെക്കാളും താഴെ നിൽക്കുമ്പോൾ മാത്രമേ സാമൂഹ്യമായ ഒരു ചംക്രമണാവസ്ഥയിലുള്ള സാമ്പത്തിക വ്യവസ്ഥിതി നിലനിൽക്കുകയുള്ളൂ, സാമൂഹ്യ വ്യവസ്ഥിതി നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ യുവാക്കൾ മാത്രം നിലനിൽക്കുകയും വൃദ്ധന്മാർ നശിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം. ഇവിടെ കുട്ടികളുടെ എണ്ണം ഒന്നായി ചുരുങ്ങുകയും മാതാപിതാക്കൾ സ്വാഭാവികമായിട്ടും അച്ഛനോ അമ്മയും ഉണ്ടാവുകയും ഈ ഒരു വ്യത്യാസം വന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ വൃദ്ധന്മാരുടെ എണ്ണം ഒരു സമൂഹത്തിൽ കൂടുകയും യുവാക്കൾ എണ്ണത്തിൽ കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തിൽ സമൂഹം തകരുകയാണ് ഉണ്ടാവുക. ചൈന നേരിടാൻ പോകുന്ന ആസന്ന ഭാവിയിൽ ചൈന നേരിടാൻ പോകുന്ന പ്രശ്നം അതാണ്. ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം അതാണ്. ചെറിയ തോതിൽ ഭാരതം അങ്ങോട്ട് പോകുന്നതിന്റെ ലക്ഷണമാണ് സത്യത്തിൽ നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ. തൊഴിലില്ലായ്മ എന്നത് മാനവവിഭവശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന രംഗങ്ങൾ എടുത്ത് നോക്കുക. ടീച്ചേഴ്സ്, ഇങ്ങനത്തെ രംഗങ്ങൾ തൊഴിലില്ലായ്മ എന്തുകൊണ്ടുണ്ടാക്കുന്നു? ഇതെല്ലാം വരുത്തുന്നത് സത്യത്തിൽ അപകടമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം, ജനസംഖ്യാ നിയന്ത്രണം മനുഷ്യ സമൂഹത്തിന്റെ സുസ്ഥിതിക്ക് അപകടകരമാണ്. ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വൃദ്ധന്മാരും യുവാക്കളും തമ്മിലുള്ള അനുപാതത്തിലുള്ള വ്യത്യാസം വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് സമൂഹത്തിന്റെ വളർച്ചയെയാണ് ബാധിക്കുക എന്ന് തിരിച്ചറിയുകയും മൂന്നാം ലോക രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള സാമ്രാജ്യത്വ ഗൂഢതന്ത്രമാണ് അതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കി അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയുമാണ് വേണ്ടത് എന്നുകൂടി അനുബന്ധമായി സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെല്ലാം ഇതിനു വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാക്കുന്ന യുനെസ്കോ നിലനിൽക്കുന്ന നാട്ടിലെ സ്ഥിതി എന്താ? 3ലധികം കുട്ടികളുണ്ടാക്കിയ പ്രത്യേക ഇൻസെന്റീവ്സ് നോക്കുക. അമേരിക്കയിൽ, ജർമ്മനിയിൽ, ഇറ്റലിയിലല്ല എന്താ അവസ്ഥ? 3ാമത്തെ കുട്ടി ഉണ്ടായാൽ പാരന്റ്സിന് കൂടുതൽ ഇൻസെന്റീവ്സ്, കൂടുതൽ പാരിതോഷികങ്ങൾ, പ്രതിഫലങ്ങൾ. നമുക്ക് 2ാമത്തെ ഉണ്ടായി കഴിഞ്ഞാൽ കൊല്ലണമെന്ന് കൃഷ്ണയ്യരെ പോലെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇത് ആണ് ഇരട്ടത്താപ്പ്. മാനവ വിഭവശേഷിയാണ് മറ്റെന്തിനേക്കാളും ഭൂമിയെ സമ്പന്നമാക്കുന്നത്. അത് ആസൂത്രണം ചെയ്യാൻ കഴിയാത്തവര് ആ പണിക്ക് നിൽക്കാതിരിക്കുക എന്നല്ലാതെ മനുഷ്യരെ കൊല്ലുക എന്ന, അല്ലെങ്കിൽ മനുഷ്യരുടെ എണ്ണ ഇല്ലാതാക്കുക എന്നത് തകർച്ചയാണ് എന്നുള്ളതാണ് വസ്തുത. അത് തിരിച്ചറിയണം എന്നുകൂടി ഇതോടൊപ്പം യോജിപ്പിച്ച് പറയുമ്പോഴാണ് അത് പൂർണ്ണാവുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹസ്ന. ഞാനിപ്പോൾ BEdന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലോസഫിയിൽ എയിം ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ റിലീജിയസ് എയിം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തന്നു. ഞാനൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്. എസെൻസ് ഓഫ് ഓൾ റിലിജിയൻ ഇസ് സെയിം. എല്ലാ മതത്തിൻ്റെയും അന്തസത്ത ഒന്നാണ്. അപ്പോൾ ഇസ്ലാം ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ടോ? പിന്നെ അന്തസത്ത എന്താന്ന് പറഞ്ഞത്, ഫെയ്ത്ത് ഇൻ ദ ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ബ്രദർഹുഡ് ഓഫ് മാൻ. ഇതിനോട് ഇസ്ലാമിനുള്ള സമീപനം എന്താണ്? ഫാദർഹുഡ് ഓഫ് ഗോഡ് എന്നുള്ളതിന്. എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു കൺസെപ്ഷ്യൽ ഡിസ്കഷനാണ് എൻ്റെ സഹോദരി നടത്തിയത്. അവിടെ ഒന്നാമത്തത്
The spirit of all religions are one എന്ന ആശയം കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു ആശയമാണെങ്കിലും അടിസ്ഥാനരഹിതമാണ്. മതങ്ങളുടെ സ്പിരിറ്റ് എന്നത് എല്ലാം അടിസ്ഥാനപരമായി ഒന്നല്ല, വസ്തുതയാണത്. മതങ്ങൾ മനുഷ്യനെ നന്നാക്കാൻ ശ്രമിക്കുന്നു എന്നത് ശരിയായിരിക്കാം, മതങ്ങളിൽ നന്മയുള്ള ഒരുപാട് ഉപദേശങ്ങൾ ഉണ്ട് എന്നതും ശരിയാണ്. പക്ഷേ മതങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായ സ്പിരിറ്റ്, അടിസ്ഥാന തത്വം, മതങ്ങളുടെ അടിസ്ഥാന തത്വം ഒന്നല്ല. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഹിന്ദു മതവും എടുക്കാം. ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ ഏകനാണ്, അവനല്ലാത്ത ഒരാളെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിലെ എല്ലാ തത്വങ്ങളുടെയും സ്പിരിറ്റ്. ഇസ്ലാമിലെ ബാക്കി എല്ലാ തത്വങ്ങളുടെയും അടിത്തറയതാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ഏകത്വം തന്നെയല്ല, ത്രിയേകത്വമാണ്. മൂന്നാളുണ്ട്, ഒരാളല്ല 3 പേരാണ് എന്നാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ. ഹിന്ദുയിസത്തിലോ എന്തിനേയും ആരാധിക്കാമെന്നാണ് ഹിന്ദുയിസത്തിന്റെ അടിത്തറ. അപ്പോ അടിസ്ഥാനപരമായി തന്നെ മതത്തെക്കുറിച്ചുള്ള ഒരു തെറ്റായ അടിത്തറയിൽ നിന്നാണ് തുടക്കം തന്നെ. മറ്റൊന്ന്, ദൈവത്തെ പിതാവായി കാണുക, ഫാദർഹുഡ് ഓഫ് ഗോഡ്. ഇത് സത്യത്തിൽ ഒരു ദൈവപുത്ര സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന ഒരു തെറ്റായ അഭിവീക്ഷണമാണ്. ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ സ്രഷ്ടാവാണ്, പിതാവല്ല. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ശാരീരികമായ ബന്ധമാണ്, ആ ഒരു തലത്തിലുള്ള തന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്നൊരവസ്ഥയിൽ ഉയരെടുക്കുന്നതാണ്. എന്നാൽ സ്രഷ്ടാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതല്ല. സൃഷ്ടി എന്നുള്ള തലത്തിൽ നിന്ന് സ്രഷ്ടാവിനെ അറിയുകയും ആ സ്രഷ്ടാവിന്റെ പരമാധികാരം അംഗീകരിക്കുകയും സ്രഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ദാസനായി തീരുകയും ചെയ്യുകയാണ് സ്രഷ്ടാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറ. ഫാദർഹുഡ് എന്നത് പറയാൻ എളുപ്പമുള്ള, മനുഷ്യരുടെ ഡീലിങ്സിൽ വരുന്ന ഒരു പദമായത് കൊണ്ട് പലപ്പോഴും ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നിർദ്ദേശമായി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഫാദർഹുഡ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ബന്ധത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ്, ശാരീരിക ബന്ധത്തിന്റെ ഒരു ബീജത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ്. ദൈവം തമ്പുരാനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അംശമുള്ളത് കൊണ്ടല്ല മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത്, പടച്ചവന്റെ സൃഷ്ടിയായത് കൊണ്ടാണ്. ആ സൃഷ്ടി എന്നുള്ള നിലക്കുള്ള ബന്ധമാണ് സ്രഷ്ടാവും മനുഷ്യനും തമ്മിൽ. ഇതെല്ലാം എന്താന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ കൊണ്ട് എന്തൊരു ലക്ഷ്യമാണ് നേടേണ്ടത് എന്ന വിഷയത്തിലുള്ള തെറ്റായ സങ്കല്പങ്ങൾ ഉയർത്തിരിക്കുന്നതാണ്. അതിന്റെ ഫലം തന്നെയാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേറ്റഡ് ടീമിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഇങ്ങനെയെല്ലാം മതത്തെ പരിചയപ്പെടുത്തുമ്പോൾ മതത്തിന്റെ യഥാർത്ഥത്തിലുള്ള സത്ത പരിചയപ്പെടുത്താൻ പറ്റൂല. അങ്ങനെ സത്ത പരിചയപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായും മതത്തെക്കുറിച്ച തെറ്റിദ്ധാരണകളാണ് ഉണ്ടാവുക. ആ തെറ്റിദ്ധാരണകളിൽ നിന്നാണ് കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. മതത്തെക്കുറിച്ച യഥാർത്ഥത്തിലുള്ള ധാരണയാണ് വളർത്താൻ ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് മതവിശ്വാസികൾ തമ്മിൽ യഥാരൂപത്തിലുള്ള ഐക്യവും സ്നേഹവും നിലനിൽക്കൂ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അസ്സലാമു അലൈക്കും. ഞാൻ പെരുമ്പാവൂർ വെച്ച് അക്ബർ സാഹിബിനോട് ചോദിച്ചതാണ് സ്റ്റേജിൽ കയറി വന്ന്. അത് വേദിയിൽ സംവാദം കഴിഞ്ഞു പോയിരുന്നു. ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റബ്ബ് എല്ലാം കൊണ്ടും സർവശക്തനാണ്, കാരുണ്യവാനാണ്. ഭൂമി സൃഷ്ടിച്ചു, പിന്നെ സ്വർഗവും നരവും സൃഷ്ടിച്ചു, ആദം നബീനെ ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചു, പരമ്പരകളുണ്ടായി. പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ശേഷം നമ്മൾ തെറ്റ് ചെയ്യുന്ന മനുഷ്യരാണല്ലോ, തെറ്റ് ചെയ്യുന്ന മനുഷ്യരുമാണ്, ശരി ചെയ്യുന്നവരാണ്. ആ രീതിയിലാണ് നമ്മൾ സൃഷ്ടിച്ചു വെച്ചേണ്ടത്. പിന്നീട് നമ്മൾ ചെന്നത് സ്വർഗവും നരകവും എന്നും പറഞ്ഞ് തിരിഞ്ഞു പോകുന്നു എന്ന് പറയണം. ഇതിന് ശേഷം ഇങ്ങനെ ചെയ്തിട്ട് പടച്ചവനുണ്ടാവുന്ന നേട്ടം അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്താണ് അതിന് ഉദ്ദേശം? അത് ഖുർആനിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ചോദ്യമുണ്ട് എൻ്റെ. സൃഷ്ടിയുടെ പടച്ചവന്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യ സൃഷ്ടിയുടെ വിശേഷിച്ചു പരിശുദ്ധ ഖുർആൻ ഇതിന് നൽകുന്ന മറുപടി വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും പടച്ചവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടില്ല. എന്താണിത്?
ഇവിടെ നമ്മൾ പടച്ചവനെ ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അവന്റെ അസ്തിത്വത്തിൽ തന്നെ കാരുണ്യമുള്ളവൻ. കതബ അലാ നഫ്സിഹി റഹ്മയൻ, അവന്റെ അസ്തിത്വം തന്നെ കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. അവനിൽ നിന്നുണ്ടാകുന്നതെല്ലാം കാരുണ്യമാണ്. അതാണ് റഹ്മാൻ, റഹീം തുടങ്ങിയ അള്ളാഹുവിന്റെ സവിശേഷമായ നാമങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ കാരുണ്യമൂർത്തിയായ പടച്ചവൻ പ്രപഞ്ചത്തിലേക്ക് മൊത്തത്തിൽ 1% കാരുണ്യം സൗജന്യമായി നൽകി. അള്ളാഹുവിന്റെ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് പ്രപഞ്ചത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ബൃഹത്തായ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങൾക്കും കൂടി അവയുടെ നിലനിൽപ്പിനെല്ലാം പിന്നിൽ പടച്ചവന്റെ കാരുണ്യാണ്. അതിനെല്ലാം കൂടി പടച്ചവൻ നൽകിയത് 1% കാരുണ്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ 100-1. പടച്ചവന്റെ കാരുണ്യത്തിന്റെ 100-99 പടച്ചവൻ മാറ്റിവെച്ചു അർഹതപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടി. ഒന്ന് സൗജന്യമായ നൽകലാണ്, അത് 1%. പടച്ചവന്റെ കാരുണ്യത്തിന്റെ 99% പടച്ചവൻ അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രം നൽകുന്നതിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ അർഹതയുണ്ടാകണമെങ്കിൽ അവിടെ സ്വാഭാവികമായും പരീക്ഷ നടക്കണം. ഈ മറൈൻ ഡ്രൈവിലൂടെ ഒരുപാട് ആളുകൾ രാവിലെ വൈകുന്നേരം ഓടുന്നുണ്ട്. അവരിൽ പലരും പല സ്പീഡിൽ പല രൂപത്തിൽ ഓടുന്നു. അവർക്കാർക്കും ഒരു സമ്മാനവും ലഭിക്കുന്നില്ല. ആ ഓട്ടത്തിന് സമ്മാനമില്ല. ഇതേ ആളുകൾ തന്നെ ഒരു മത്സരത്തിൽ ഓടുമ്പോൾ അതിൽ 1ാം സമ്മാനം 2ാം സമ്മാനം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണത്? ഒരു പരീക്ഷ കടന്നു വരുന്നു. അവിടെയാണ് അർഹത നേടിയെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ 99% വിതരണം അർഹതയുള്ളവർക്ക് മാത്രം നൽകാൻ വേണ്ടി മാറ്റിവെച്ചപ്പോ അർഹത നേടിയെടുക്കാൻ കഴിയുന്ന സൃഷ്ടി വിഭാഗത്തെ പടച്ചവൻ സൃഷ്ടിച്ചു. അതാണ് മനുഷ്യരും ജിന്നും. മനുഷ്യർക്ക് സ്വതന്ത്രമായ കഴിവ് നൽകിയത് അതാണ്. മനുഷ്യർക്ക് സ്വതന്ത്രമായ ബുദ്ധിശക്തി നൽകിയത് അതിനാണ്. മനുഷ്യർക്ക് സ്വതന്ത്രമായി തെരഞ്ഞെടുക്കുവാനുള്ള ശേഷി നൽകിയത് അതിനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവന് തെരഞ്ഞെടുക്കാം നന്മയും തിന്മയും. എന്തിന്? ആത്യന്തികമായി അവൻ തെരഞ്ഞെടുക്കുന്നത് നന്മയാണെങ്കിൽ അള്ളാഹുവിന്റെ 99% കാരുണ്യത്തിന് അവൻ അർഹനാകും. അത് തിന്മയാണെങ്കിലോ അവന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടും. കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടലാണ് സത്യത്തിൽ നരകം എന്ന് പറഞ്ഞാൽ. മനുഷ്യന് നീതി നടപ്പാക്കപ്പെടുകയും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് നരകമുണ്ടാകുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വിധേയമാകുമ്പോഴാണ് സ്വർഗത്തിലെത്തിച്ചേരുന്നത്. ചുരുക്കത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉള്ള ലക്ഷ്യം പടച്ച തമ്പുരാനെ മാത്രം ആരാധിച്ച് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ, സ്വയം കഴിവുള്ള നിഷേധിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കലാണ്. ഇതേപോലെ തന്നെയാണ് ജിന്നുകളുടെ അവസ്ഥ. ഇതാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ചിലപ്പോൾ ചോദ്യം ഉണ്ടാകാം, അങ്ങനായിട്ട് പടച്ചവൻക്ക് എന്താ കാര്യം എന്നല്ലോ, പടച്ചവന്റെ കാര്യം എന്താണ് എന്നറിയാനുള്ള വിവരമോ വിജ്ഞാനമോ നമുക്കില്ല. പടച്ചവൻ അറിയിച്ചു തന്നത് പറയാൻ മാത്രമേ നമുക്ക് കഴിയൂ എന്നാണ് അതിന് ഉത്തരം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജുനൈദ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സംശയമാണ്. ചോദ്യം: 100% നല്ലത് മാത്രം ചെയ്ത് നല്ലത് മാത്രം ചിന്തിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതത്തിൻ്റെ ആവശ്യമെന്ത്? ഇതൊക്കെ ചെയ്ത മദർ തെരേസ, ഗാന്ധിജി എന്നിവർ സ്വർഗത്തിൽ പോവില്ലേ? 100% നല്ലത് മാത്രം ചെയ്ത ഒരു സൂപ്പർ നാച്ചുറൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ പിന്നെ എന്തിനാ മതം എന്നാണ്? എന്താ ഈ മതം? ഈ നല്ലതെങ്ങനെയാ ചെയ്യുക? 100% നല്ലതുണ്ടല്ലോ, എന്താ ഈ നല്ലത്? എന്താണ് ഈ നല്ലത്? എനിക്ക് നല്ലത് തോന്നിയതല്ല നല്ലത്. എന്നാ ഇവിടെ എന്താ ചീത്ത? ചെയ്യണമെനിക്ക് നല്ലതെന്ന് തോന്നിയതന്നെ എല്ലാവരും ചെയ്യണുള്ളൂ. നിങ്ങൾ ചോദിച്ചു നോക്കുക, ചെയ്യുന്ന ആളുകളോട്, കളവ് ചെയ്യുന്ന ആൾക്ക് അയാൾക്ക് നല്ലതെന്ന് തോന്നിയിട്ടാ ചെയ്യുന്നത്. അയാൾക്ക് അയാളുടേതായ ന്യായീകരണങ്ങളുണ്ട്. ഇപ്പം അടുത്ത് രസകരമായ ഒരു പത്രത്തിലൊരു റിപ്പോർട്ടിനായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം തന്നെ കേരളത്തിൽ നിന്ന് കട്ടുണ്ടാവാൻ വേണ്ടിയുള്ള ഗ്രാമമാണ്. ആ ഗ്രാമത്തിലുള്ള ആളുകളെ പിടിച്ചിട്ട് ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലുള്ള ആളുകൾ
അവര് വെറുതെ ചെലവഴിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അത് കട്ടുകൊണ്ടുവരാതിരുന്നാൽ അത് കേരളത്തിന്റെ സുസ്ഥിതിയെ ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ കക്കുന്നത്. കേരളത്തിന് വലിയൊരു സേവനം ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഈ അടുത്ത് ഒരു വേശ്യ, അഭിസാരിക, വേശ്യ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ നേരത്തെ പോയ മാരത്തെ പ്രകടനം ഇവിടെ പോകും. ഇപ്പോൾ വിളിക്കാൻ പാടില്ല, ലൈംഗിക തൊഴിലാളി എന്ന് വിളിക്കണം. ലൈംഗിക തൊഴിലാളി. അവർ പുസ്തകം എഴുതി. എന്താ? ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ. പിന്നെ ഞാൻ ലൈംഗിക തൊഴിലാളിയാക്കിയ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിൽ അവർ പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ പുരുഷന്മാർക്ക്, ലോകത്തെ പുരുഷന്മാർക്ക്, ലോകത്തെ മനുഷ്യ സമൂഹത്തിന് വലിയൊരു സേവനാണ്. എന്തുകൊണ്ടെന്നാൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹം, അവിടുത്തെ സേഫ്റ്റി വാൽവാണ് ഞങ്ങൾ. ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹത്തിന്റെ സേഫ്റ്റി വാൽവാ ഞങ്ങൾ പൊട്ടിയാൽ, ഞങ്ങൾ പോയാൽ ഈ ലൈംഗിക ദാരിദ്ര്യം നായിട്ട് പൊട്ടി പുറത്തേക്ക് തെറിക്കുന്ന വസ്തുത തന്നെയാണത്. വസ്തുതയാണത്. ലൈംഗിക ദാരിദ്ര്യം ഇവിടുത്തെ സാമൂഹ്യ ക്രമം സൃഷ്ടിക്കുന്നു, എന്നിട്ട് അതിൻ്റെതായ മാർഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം മറ്റൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് അവരുടെ വീക്ഷണത്തിൽ അവർ ചെയ്യുന്ന സേവനമാണ്, നന്മയാണ്. നിങ്ങൾ നോക്കുക, വലിയ ആത്മീയ ചൂഷണത്തിന്റെ ആളുകളെ ഇപ്പോ അടുത്ത് കുറെ ആൾ ദൈവങ്ങളെല്ലാം പിടിച്ചല്ലോ. എന്താ? ആത്മീയ ചൂഷണം ചെയ്തതുകൊണ്ട് അവരെ വിളിച്ച് സംസാരിച്ചൊക്കെ അവരെല്ലാം ചെയ്ത് വലിയ ആത്മീയ സേവനാണെന്നാണ് അവരുടെ വീക്ഷണം. അവരെല്ലാം ചെയ്തത് വലിയ സേവനങ്ങളാണ് എന്നാണ് വീക്ഷണം. അപ്പൊ ഓരോരുത്തരും അവരെ ചെയ്യുന്നത് നന്മയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്താ നന്മ? ഇപ്പൊ നേരത്തെ പറഞ്ഞ അയാള് ഒരു സൂപ്പർ നാച്ചുറൽ ഗോഡിൽ വിശ്വസിച്ചോ, നന്മ എങ്ങനെ ചെയ്യാ? മൂപ്പര് ഏത് നന്മ ചെയ്യാ? ഏത് നന്മ ചെയ്യാ? എന്താണ് അയാൾ ചെയ്യേണ്ട നന്മ? ഇവിടെയാണ് മതം കടന്നു വരുന്നത്. മതം എന്നാൽ വിചാരിച്ചതുപോലെ ഏതെങ്കിലും വിഭാഗീകരണമല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന മതം എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ജീവിതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ മതം എന്നാൽ ഇസ്ലാമാണ്. അഥവാ പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ചുള്ള ജീവിതമാണ് മതം കൊണ്ടുള്ള വിവക്ഷ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, മതങ്ങൾ അവയുടെ എല്ലാം സ്പിരിറ്റ് ഒന്നല്ല. മതങ്ങൾ ഉണ്ടാകുന്നത് മതത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോഴാണ്. മതം പടച്ചവൻ പഠിപ്പിച്ച, പടച്ചവൻ പ്രവാചകന്മാരിലൂടെ മനുഷ്യരെ അറിയിച്ച ജീവിത ദർശനത്തിനാണ് മതം എന്ന് പറയാ. മതങ്ങൾ എങ്ങനെ ഉണ്ടായത്? ആ ജീവിത ദർശനത്തിൽ നിന്ന് തെറ്റിപ്പോയി പല ആളുകളും. അവർ സ്വന്തം താല്പര്യപ്രകാരം, സ്വാർത്ഥത പ്രകാരം ആശയങ്ങൾ ഉണ്ടാക്കിപ്പോയി. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്. അപ്പോൾ ദൈവിക ദർശന പ്രകാരമുള്ള ജീവിതമാണ് മനുഷ്യർ നയിക്കേണ്ടത്. അതാണ് മതം. ആ മതത്തിലൂടെയല്ലാതെ നന്മ തിന്മകളെ വ്യവച്ഛേദിച്ചറിയാൻ സാധ്യമല്ല നമുക്ക്. നന്മ എന്താണ്, തിന്മ എന്താണ് എന്നറിയണമെങ്കിൽ പടച്ചവന്റെ ഗൈഡൻസ് ഉണ്ടാകണം, പടച്ചവന്റെ നിയമനിർദ്ദേശം ഉണ്ടാകണം. നമുക്ക് ഓരോരുത്തർക്കും തോന്നിയതെല്ലാം നന്മ എന്ന് തീരുമാനിക്കാൻ സാധ്യമല്ല. ഓരോരുത്തർക്കെല്ലാം തോന്നിയത് നന്മയാണെങ്കിൽ ലോകത്തെല്ലാം നന്മയാകും. അതാണ് പടച്ചവന്റെ നിയമനിർദ്ദേശം ആവശ്യമുള്ളത്. അടുത്ത പ്രശ്നം, നല്ല നല്ല മനുഷ്യന്മാർ കുറെ മരിച്ചുപോയി, ഓരെല്ലാം സ്വർഗത്തിലല്ലേ എന്നാണ്. ആർക്കും സ്വർഗം പതിച്ചു നൽകുന്ന പണി എന്നെ പടച്ചവനെ ഏൽപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഇന്നാൾക്കെല്ലാം സ്വർഗം, ഇന്നാൾക്കെല്ലാം നരകം എന്ന് പറയാൻ എനിക്ക് യാതൊരു നിർവാഹമില്ല. പക്ഷെ പടച്ചവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ലവരാണെങ്കിൽ സ്വർഗം കിട്ടും. എങ്ങനെ നല്ലവരാകുക? നല്ലവരാകണമെങ്കിൽ 3 അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. നല്ലവരാകണമെങ്കിൽ ഒന്ന്, സൃഷ്ടികർത്താവായ തമ്പുരാനെ കൃത്യമായി തിരിച്ചറിയണം, അവനുള്ള അവകാശങ്ങൾ കൊടുക്കണം. ആ അവകാശം എന്താ? അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. 2, നല്ലവനാവുക എന്ന് പറഞ്ഞാൽ പടച്ചോൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. തോന്നിയതനുസരിച്ച് ജീവിച്ചിട്ട് നല്ലത് എന്ന പേരുണ്ടാക്കിയാൽ പോരാ. 3, ഇത് ചെയ്യുന്നത് പടച്ചവന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ടാകണം. അങ്ങനെ ആര് ചെയ്താലും, ഇപ്പൊ പേര് പറഞ്ഞ ആൾക്കാർ ചെയ്താലും, ഞാൻ ചെയ്താലും, ആര് ചെയ്താലും അവർക്ക് സ്വർഗമുണ്ട്. ഈ 3 എണ്ണം. ഒന്ന്, പടച്ചവന് കൊടുക്കേണ്ടത് പടച്ചവന് മാത്രം കൊടുക്കണം. അതെന്താ അങ്ങനെ? അവിടെ വേറെന്ത് ചെയ്തുകൂടാ? അത് പറ്റൂല. പടച്ച തമ്പുരാൻ
പടച്ചവൻ കൊടുക്കുന്ന ആ സ്വർഗം അല്ലാതെ നമുക്കെല്ലാവർക്കും കൊടുത്തു കൊടുക്കാൻ പറ്റുന്നതല്ല. അതിന് പടച്ചവൻ ഉണ്ടാക്കിയ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഒന്നാമത്തേതാണ് പടച്ചവനെ തിരിച്ചറിയണം, പടച്ചവനെ മനസ്സിലാക്കണം, പടച്ചവന് മാത്രം കൊടുക്കേണ്ട ആരാധനകൾ പടച്ചവന് മാത്രം കൊടുക്കണം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ആ നിയമനിർദ്ദേശങ്ങൾ പ്രവാചകന്മാരിലൂടെയാണ് കിട്ടുക. അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനും ആ പ്രവാചകന്റെ ജീവിതചര്യയും എന്തൊക്കെയാണ് നന്മയെന്നും എന്തൊക്കെയാണ് തിന്മയെന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച മാർഗദർശനങ്ങൾ ആ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അന്തിമ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട മാർഗദർശനം മാത്രമാണ് ഇന്ന് നന്മതിന്മകളെ വ്യവച്ഛേദിച്ച് തിരിച്ചറിയാൻ നമ്മുടെ കയ്യിലുള്ളത്. ഈ പടച്ചവനെ മാത്രം വിശ്വസിക്കുകയും പടച്ചവന്റെ മാത്രം ആരാധിക്കുകയും അവനിൽ കാര്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ പോലും അയാളുടെ കർമ്മം നന്മയാകണമെങ്കിൽ ആ കർമ്മം പടച്ചവനും തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ പടച്ചവന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നല്ല വിശ്വാസവും സൽക്കർമ്മവും അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സമ്മാനമായ സ്വർഗമുണ്ടാകും, അതല്ലാത്തവർക്ക് നരകമായിരിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പേര് പറഞ്ഞ ആളുകൾക്ക് അവരങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വർഗം, അവരങ്ങനെയല്ലെങ്കിൽ നരകമെന്ന് മാത്രമേ എനിക്ക് ഉത്തരം പറയാൻ കഴിയൂ. യഥാർത്ഥത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുകയും ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതുണ്ട്. ഇനിയും 2 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ആളുകളെ എല്ലാം ഈ എക്സിബിഷൻ സന്ദർശിപ്പിക്കുകയും ഇസ്ലാമിനെ അറിയുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമെല്ലാമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം. അതിന് നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമയം അവസാനിപ്പിച്ചതുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. സർവ്വലോക രക്ഷിതാവായ തമ്പുരാനെ, ഞങ്ങൾ ഇവിടെ കൂടിയിരുന്നത് പോലെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്ത് കൂടിയിരിക്കാൻ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.